ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. എല്ലാ ഫാസിസ്റ്റ് ഭരണകൂടങ്ങളും അങ്ങനെയാണ്. പൊതുബോധത്തെ അട്ടിമറിക്കാൻ വളഞ്ഞ വഴിയും നിലവിലത്തെ സാധ്യതകളും ദുരുപയോഗിക്കും. വനിതാ സംവരണം എന്ന കനികാട്ടി ജനാധിപത്യത്തെ ബലാത്കാരം ചെയ്യാനാണ് മോദി ഭരണകൂടത്തിൻ്റെ ലക്ഷ്യം. അത് അങ്ങനെ അരുകുവൽക്കരിക്കപ്പെട്ടവർക്കും സ്ത്രീകൾക്കും തന്നെ എതിരായി എത്തിക്കൊള്ളുമെന്ന് അവർക്കറിയാം. 2011 സെൻസസ് പ്രകാരം മണ്ഡല പുനർനിർണയം 2026 ശേഷമുള്ള സെൻസസിനെ ലക്ഷ്യമാക്കി നടത്തേണ്ടതിനെ റദ്ദാക്കുന്നത് എന്തിന് ചോദ്യം ഉയരുകയാണ്. മണ്ഡല പുനർനിർണയത്തിന് ശേഷം 33% വനിതാ സംവരണം. നിലവിലെ സീറ്റുകളിൽ വനിതാ സംവരണം നടപ്പാക്കാത്തത് എന്തുകൊണ്ട്? 2023 വനിതകളോട് കനിവ് തോന്നാത്തവർക്ക് ധൃതി പിടിച്ച് 2029 ലക്ഷ്യമാക്കി നീങ്ങാനുള്ള ചേതോവികാരം എന്ത്? ജനസംഖ്യാ നിയന്ത്രണ പരിപാടികൾ രാഷ്ട്രത്തിനായി നിർവഹിച്ചവരെ ഇളിഭ്യരാക്കി ജനസംഖ്യാടിസ്ഥാനത്തിൽ സീറ്റുകൾ വർദ്ധിപ്പിക്കുന്ന കുൽസിത നീക്കം കേരളമടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളോടുള്ള വെല്ലുവിളി തന്നെയല്ലേ? തമിഴ്നാട്ടിലും ബംഗാളിലും തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലിൽ നടമാടേണ്ട ജനായത്ത പ്രക്രിയയെ വളഞ്ഞിട്ട് തോൽപ്പിക്കുകയല്ലേ മോദി ഭരണകൂടം ചെയ്യുന്നത്? അങ്ങനെ ലക്ഷണമൊത്ത വിഷയമ്പുകളാണ് സംഘ്പരിവാർ ഇന്ത്യ എന്ന ആശയത്തിന് മേൽ നിരന്തരം എയ്തുകൊണ്ടിരിക്കുന്നത്. പാർലമെൻ്ററി ഗുണ്ടായിസത്തിലൂടെ ഇന്ത്യയുടെ ഫെഡറലിസത്തിന് മരണവാറണ്ട് പുറപ്പെടുവിക്കുകയാണോ മോദി സർക്കാർ? കരിങ്കൊടി അടക്കം ഉയർത്തി കടുത്ത പ്രതിഷേധവുമായി രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ മുന്നോട്ട് വരുമ്പോൾ കുതന്ത്ര ലക്ഷ്യം ഉപേക്ഷിക്കേണ്ടി വരുമോ മോദിക്കും കൂട്ടർക്കും? നമുക്ക് ചർച്ച ചെയ്യാം. നമ്മുടെ ചർച്ചയെ സമ്പന്നമാക്കുന്ന അതിഥികൾ: അഡ്വക്കേറ്റ് PM ആതിര, CPIM; KJ ജേക്കബ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ; M ജയചന്ദ്രൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ; വലതുപക്ഷ നിരീക്ഷകനും മാധ്യമപ്രവർത്തകനുമായ രാജേന്ദ്രൻ പന്തളം. ചർച്ചയിലേക്ക് പോകുമ്പോൾ ആദ്യം ശ്രീ രാജേന്ദ്രൻ പന്തളം, ഈ 33% വനിതാ സംവരണം നടപ്പാക്കാൻ എന്തിനാണ് മണ്ഡല പുനർനിർണയം വരെ കാത്തിരിക്കുന്നത്? ആ മണ്ഡല പുനർനിർണയം എന്നത് ഇത്ര ധൃതി പിടിച്ച് 2011 സെൻസസിനെ അടിസ്ഥാനമാക്കി ചെയ്യുന്നത് എന്തിന്? ഇതാണ് പ്രധാന ചോദ്യമായി BJPക്ക് മേൽ ഉയരുന്നത്. നമ്മൾ ഇപ്പോ അജിംഷാദ് ഉൾപ്പെടെയുള്ളവർ സീയിങ് ദ ട്രീ ഫോർ ദ വുഡ്സ്, ഈ ഒരു മണ്ഡല പുനർനിർണയം എന്നുള്ള വലിയൊരു മരത്തെ കാണിച്ചുകൊണ്ട് നമുക്ക് ആ കാടിനെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ, ഞാൻ പറഞ്ഞുതരാം. എനിക്കൊരു സമയം അനുവദിക്കും. എല്ലാം വലതുപക്ഷം ഞാൻ മാത്രമല്ലേ ഉള്ളൂ. ഞാൻ അത് അംഗീകരിക്കുന്നു. കാരണം റൈറ്റ് സ്റ്റാൻസ് എന്നുള്ള രീതിയിൽ റൈറ്റ് സ്റ്റാൻസ് തന്നെ എടുക്കുകയാണ്. എത്ര കാലമായി നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞിട്ട് ഏതാണ്ട് 100 വർഷമാകാൻ പോകുന്ന വേളയിലെങ്കിലും ഇത് ചെയ്യാൻ അനുവദിക്കില്ല എന്നുള്ള ആ ഒരു പക്ഷത്തേക്ക് വളരെയധികം ആകാംക്ഷയോടെ ഉത്കണ്ഠയോടെ കാണാൻ പറ്റും. 1996 ഇടതുപക്ഷത്തിന്റെ കൂടി സഹായത്തോട് കൂടിയിട്ട് യുണൈറ്റഡ് ഫ്രണ്ട് ഗവൺമെന്റ് ഇത് കൊണ്ടുവന്ന സമയത്ത് മുലായം സിംഗ് യാദവ് എന്ന് പറയുന്ന ഗുസ്തിക്കാരൻ അത് കീറിക്കളഞ്ഞു. ഏത് വിധത്തിലും നമ്മുടെ ഒരു പെട്രിയാർക്കൽ സൊസൈറ്റി, അതായത് പുരുഷാധിപത്യ സമൂഹം നിലനിർത്തണമെന്നുള്ള പക്ഷത്ത് CPMന്റെ ആൾക്കാർ കൂടി ചേരുമ്പോൾ, നിസാരമായിട്ടുള്ള വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ചേരുമ്പോൾ വല്ലാത്ത ഉത്കണ്ഠ തോന്നുന്നു. നിങ്ങളുടെയൊക്കെ ആ മനസ്സിലുള്ളത് പുരുഷ മേധാവിത്വമാണ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രീ രാജേന്ദ്രൻ പന്തളം, എൻ്റെ ഒരു സംശയം, താങ്കൾക്ക് പ്രതികരണം സമഗ്രമാകാനായിട്ട് ഞാൻ ആഡ് ചെയ്യാം. അതായത് ഈ 543 എന്ന സംഖ്യയിൽ എന്താണ് ഈ വനിതാ സംവരണം നടപ്പാക്കിയാൽ? അങ്ങനെയാണല്ലോ 2023 രൂപപ്പെട്ടത്. അതിനെ എന്തിനാണ് അട്ടിമറിച്ചത്? 543 എന്നതിൽ വനിതാ സംവരണം നടത്തിയാൽ എന്താ പ്രശ്നം? ഈ 850 ആക്കിയിട്ട് വനിതാ സംവരണം നടത്തിയിട്ട് എന്തിനാണ് ഈ പുരുഷ മേധാവിത്വത്തിനെതിരെ സംസാരിക്കുന്നത്? അത് ചർച്ച ചെയ്യുമല്ലോ, പാർലമെന്റ് ചർച്ച ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യപ്പെടാം, കുറയ്ക്കണമെന്ന് ആവശ്യപ്പെടാം. അല്ല, ഇത് ഞങ്ങൾ ചെയ്യാൻ സമ്മതിക്കത്തില്ലെന്നുള്ള രീതിയിലല്ലേ സോണിയാഗാന്ധി, മമതാ ബാനർജി കുറിച്ച് ഇടതുപക്ഷവും കൂടി വരുന്നത്? വേണ്ടേ സ്ത്രീകൾക്ക് സംവരണം? 50% അവർ അറിയിക്കുന്നത്. അത് 33% പോലും കൊടുക്കാൻ പറ്റില്ല എന്നുള്ള പിടിവാശിയുമായിട്ട് ഇടതുപക്ഷം രംഗത്ത് വരുന്നത് അവരുടെ ആശയധാരയെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ്, അവരുടെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുന്നതാണ്. അടിസ്ഥാനപരമായി അത് തന്നെയാണ് പ്രശ്നം. സ്ത്രീകൾക്ക് എപ്പോൾ സംവരണം കൊടുത്താലും ഒരു തരത്തിലുള്ള മറ്റൊരു തരത്തിലുള്ള എല്ലാ
തടസ്സവാദങ്ങളും എതിർപ്പുകളും ഉന്നയിച്ചുകൊണ്ട് നിങ്ങൾ രംഗത്ത് വരുന്നു. അന്ന് മുലായം സിംഗ് യാദവ് പറഞ്ഞത് മുന്നോക്ക സവർണ ജാതികൾക്ക് മാത്രമേ ഇത് കിട്ടൂ, പാവപ്പെട്ട ദളിത പിന്നോക്കത്തിന് കിട്ടത്തില്ലെന്ന്. ഇപ്പൊ അതും കൂടി ചേർത്ത് കൊണ്ടുള്ള ഒരു സംവരണം വന്നപ്പോൾ അതിനെ എതിർക്കാൻ വേണ്ടിയിട്ട് പാഞ്ഞെത്തുകയാണ്. എന്താണ് പുരോഗമനാത്മകമായിട്ടുള്ള ഒരു നിയമത്തെ എതിർക്കാൻ വേണ്ടി നിങ്ങൾ ഇതാണോ ഇടതുപക്ഷത്തിന്റെ നയം? ഇതാണ് ശരിയാണ്. ഇതാണ് വലതുപക്ഷം മുമ്പോട്ട് വെക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് അതായത് പല വിധത്തിലും വനിതാ സംവരണം എന്ന കനി കാട്ടി ജനാധിപത്യത്തെ ബലാത്കാരം ചെയ്യുകയാണ് മോദി എന്ന് പറഞ്ഞതും അതുകൊണ്ടാണ്. ശ്രീ അഡ്വക്കേറ്റ് പി എം മാതിര, അതായത് പി എം മാതിര അടക്കം പി എം മാതിരയുടെ പ്രസ്ഥാനം അടക്കം എല്ലാവിധത്തിലുമുള്ള പുരോഗമന പ്രസ്ഥാനം ഇതുവരെയും പറഞ്ഞു വന്നത് സ്ത്രീകൾക്ക് അരികുവൽക്കരിക്കപ്പെട്ടവരാണവർ, അവർക്ക് സംവരണം നൽകണം, അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം. എന്തുകൊണ്ടാണ് അത് മോദി ചെയ്യുമ്പോൾ മാത്രം നിങ്ങൾ അസ്വസ്ഥപ്പെടുന്നതെന്നാണ് ചോദ്യം. അസ്വസ്ഥത വനിതാ സംവരണ ബില്ലുമായി ബന്ധപ്പെട്ടിട്ടേ അല്ല. വനിതാ സംവരണം നടപ്പിലാക്കുന്നത് എന്തിനാണ് ഡീലിമിറ്റേഷനുമായിട്ട് കൂട്ടിക്കെട്ടുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഡീലിമിറ്റേഷൻ ഇന്ത്യൻ ജനാധിപത്യത്തെ വലിയ രീതിയിൽ പരിക്കേൽപ്പിക്കുമെന്നുള്ളതിൽ ആർക്കും തർക്കമില്ലാത്ത കാര്യമാണ്. പ്രത്യേകിച്ച് ജനസംഖ്യാ നിയന്ത്രണം ഫലപ്രദമായി നടപ്പിലാക്കിയ സംസ്ഥാനങ്ങൾ എന്നുള്ള രീതിയിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയുടെ ഒരു ഇൻറ്റഗ്രിറ്റിയെ തന്നെ തകർക്കും വിധം ഡീലിമിറ്റേഷൻ മാറുമോ എന്നുള്ള ആശങ്ക എല്ലാ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഞാൻ മുമ്പ് ഇങ്ങനെ ആലോചിച്ചിരുന്നു, ഇത് നമ്മളിപ്പോൾ ഒരു സ്ത്രീകളെ കൊണ്ടുവന്നൊരു ഒരു സ്ഥലത്തിരുത്തണമെങ്കിൽ നിലവിലുള്ള സീറ്റുകൾ പോരാ, പകരം കുറച്ചധികം സീറ്റുകൾ കൂട്ടിച്ചേർത്തതിന് ശേഷം മാത്രമാണ് സ്ത്രീകൾക്ക് ഇരിപ്പിടം കിട്ടൂ എന്ന് പറയുന്നതിൽ തന്നെ എത്രമാത്രം സ്ത്രീ വിരുദ്ധത ഉള്ളടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. സ്ത്രീകൾക്കിരിക്കാൻ അഡീഷണൽ ചെയർസ് വരട്ടെ, നിലവിലുള്ള ചെയർസിന്ന് ആരും എഴുന്നേറ്റ് കൊടുക്കാൻ സന്നദ്ധമല്ലാത്തതുകൊണ്ടാണോ ആ രീതിയിൽ മാറ്റി അങ്ങനെ ഡീലിമിറ്റേഷനുമായിട്ട് ഇതിനെ ബന്ധപ്പെടുത്തേണ്ടെന്ന ആവശ്യം? ഒരു നിലയ്ക്കും ഡീലിമിറ്റേഷനുമായിട്ട് ബന്ധപ്പെടുത്താതെ തന്നെ നടപ്പിലാക്കാൻ വേണ്ടി കഴിയും എന്നുള്ളത് 73-74 ഭരണഘടനാ ഭേദഗതി വന്ന സമയത്ത് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുള്ളതാണല്ലോ. 92 നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കകത്ത് നിലവിലുള്ള സീറ്റുകളോട് കൂട്ടിച്ചേർത്ത സീറ്റിൽ നിന്ന് ഒരു ഭാഗത്ത് മാത്രം നിങ്ങൾ വന്നിരുന്നോളൂ എന്നുള്ള ഔദാര്യമല്ലല്ലോ അന്ന് കാണിച്ചത്. ഇത് ഈ പറയും വിധം 100 സീറ്റ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് 67 ആളുകൾ പുരുഷന്മാർ അവിടെ ഇരിക്കും, ബാക്കിയുള്ള ആളുകൾ പുറത്തേക്ക് പോവുകയും ചെയ്താലേ 33 സ്ത്രീകൾക്ക് വന്ന് അകത്തേക്ക് കയറി ഇരിക്കാൻ വേണ്ടി പറ്റൂ. ആ 33 ആളുകൾ ഇരുന്ന സീറ്റിൽ നിന്ന് അനങ്ങാത്ത സമയത്ത് പുതിയ സീറ്റുകൾ കൂട്ടിച്ചേർക്കുന്നു എന്നുള്ളത് ഡീലിമിറ്റേഷനുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യേണ്ടുന്ന ഒരാവശ്യവും വനിതാ സംവരണത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ലാതിരിക്കെ അത് ചെയ്യുന്നത് കാലാകാലങ്ങളായിട്ട് വനിതാ സംവരണത്തെ അട്ടിമറിക്കാൻ നടത്തിയ നിരവധിയായിട്ടുള്ള ശ്രമങ്ങളുണ്ട്. അതിൻ്റെ തുടർച്ച തന്നെയാണ് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. നിലനിൽക്കുന്ന സീറ്റുകളിലേക്ക് എന്തുകൊണ്ടാണ് 2023 സെപ്റ്റംബറിൽ പാസാക്കിയ ഈ നാരീശക്തി വന്ദൻ അഭിനിയം എന്തുകൊണ്ടാണ് ആ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനകത്ത് നടപ്പിലാക്കാതെ ഇനി വരാൻ വേണ്ടി പോകുന്ന സെൻസസിൻ്റെ ഭാഗമായിട്ട് ഡീലിമിറ്റേഷൻ പൂർത്തീകരിച്ചതിന് ശേഷം മാത്രം നടപ്പിലാക്കുമെന്ന് പറഞ്ഞു? ഇപ്പോൾ ധൃതി പിടിച്ച് അതിനിടെ കൂടി പഴയ സെൻസസിനെ ബേസ് ചെയ്തിട്ടുള്ള ഡീലിമിറ്റേഷനെ കുറിച്ച് പറയുന്നു. ആ പറഞ്ഞത് തന്നെ എങ്ങനെയാണ് നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നതെന്ന് ഇനി കാത്തിരുന്ന് കാണേണ്ടുന്നൊരവസ്ഥയാണ് ഉള്ളത്. അതുകൊണ്ട് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പണ്ട് സ്ത്രീകളുടെ വോട്ടവകാശത്തിന് വേണ്ടി സമരം നടത്തിയ കാലത്ത് അരിസ്റ്റോട്ടിൽ ഉൾപ്പെടെ മുന്നോട്ട് വെച്ചിട്ടുള്ളൊരു വാദം ഉണ്ടായിരുന്നു. സ്ത്രീകളിപ്പോഴും ഈ അവരുടെ പരിണാമം പൂർത്തിയാകാത്ത ഒരു ജീവിവർഗമാണ് എന്നുള്ള നിലയ്ക്ക്, അതുകൊണ്ട് തന്നെ അവരുടെ തലച്ചോറിന് വേണ്ടത്ര വലിപ്പമില്ല. അതുകൊണ്ട് ഡിസിഷൻ മേക്കിങ്ങിൽ അവർ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അത് തെറ്റായ തീരുമാനമായിരിക്കും. അതുകൊണ്ട് അവർക്ക് വോട്ടവകാശം വേണ്ട എന്നുള്ളതായിരുന്നു പഴയ സ്ത്രീകളുടെ വോട്ടവകാശത്തെ ഖണ്ഡിക്കുന്നതിന് വേണ്ടി സമത്വം, സാഹോദര്യം, സ്വാതന്ത്ര്യം, മുദ്രാവാക്യമൊക്കെ ലോകത്തിന് സംഭാവന ചെയ്ത ആളുകളുടെ ഉൾപ്പെടെയുള്ള അഭിപ്രായം. ആ അഭിപ്രായത്തിൽ നിന്ന് വലിയ രീതിയിൽ മുന്നോട്ട് പോകാൻ ഇപ്പോഴും നമ്മുടെ രാഷ്ട്രീയ സംവിധാനങ്ങൾക്ക് സാധിക്കുന്നില്ല. നമ്മൾ ഭരിക്കുന്നൊരു സംവിധാനത്തിന് ഒട്ടും കഴിയുന്നില്ല എന്നുള്ളതിൻ്റെ സൂചന കൂടിയാണിത്.
സ്ത്രീകൾ വരുന്നതോടുകൂടി ഇവിടെ ഇനിയും ആളുകളുടെ എണ്ണം കൂട്ടിയാൽ മാത്രമേ ഇവിടെ യഥാർത്ഥ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി പറ്റുന്നു. എന്താണിത്? എന്തിനാണ് ഡീലിമിറ്റേഷന്? ബി ജെ പിയുടെ പ്രതിനിധി സംസാരിച്ച പകുതിയെ ഞാൻ കേട്ടിട്ടുള്ളൂ. ഡീലിമിറ്റേഷന് എന്തിനാണ് വിമൻ റിസർവേഷനുമായിട്ട് കണക്ട് ചെയ്യുന്നത് എന്നുള്ളത് ഇന്ത്യയിലെ സ്ത്രീകളോട് പറയാനുള്ള ബാധ്യത ഇന്ത്യ ഭരിക്കുന്നൊരു സംവിധാനത്തിനുണ്ട്. ഡീലിമിറ്റേഷൻ മറ്റൊരു രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടുന്നൊരു വിഷയം. അതിനകത്ത് തന്നെ ഡീലിമിറ്റേഷൻ സംബന്ധിച്ച് കാലാകാലങ്ങളിൽ നിലനിൽക്കുന്ന ധാരണകൾ വലിയ രീതിയിൽ ജനാധിപത്യത്തെ പ്രശ്നവൽക്കരിക്കുന്ന ഒരു ഘട്ടത്തിൽ അതിനെ കൂടി അടിമുടി അഴിച്ചു പണിയേണ്ടുന്ന ഒരു ഘട്ടത്തിലാണ് ഈ പറയും വിധം വനിതാ സംവരണത്തെ ഇതുമായി കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കുന്നത്. 1930കളുടെ തുടക്കത്തിൽ ആരംഭിച്ചൊരു ചർച്ച അതിനുശേഷം 96 മുതൽ പാർലമെൻറ്റിനകത്ത് കൊണ്ടുവന്ന് ഇപ്പം നടപ്പിലാക്കുമെന്ന് പറഞ്ഞ് ഇന്ത്യൻ ജനാധിപത്യ സംവിധാനത്തിനകത്ത് ഇടപെടുന്ന അതിനെ ഗൗരവത്തോടുകൂടി കാണുന്ന സ്ത്രീകളെ എത്ര കാലമായി കോൺഗ്രസും BJPയും ചേർന്ന് ഈ നാട്ടിൽ പറ്റിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. അതിനിടയിൽ വന്ന ദേവഗൗഡ ഗവൺമെൻറ്റാണ് ഒരു ശ്രമം നടത്തിയത്. പിന്നെ ആ ഗവൺമെൻറ് തന്നെ ഇല്ലാണ്ടായിപ്പോയി. പിന്നെ അതിനുശേഷമുള്ള ഒരു രീതിയിലും ഈ വനിത ഇപ്പോഴും തന്നെ ഈ ജനാധിപത്യ സംവിധാനത്തിൽ ഇത്രയധികം സ്ത്രീകൾ ഇടപെടുന്നതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ ഇരട്ടത്താപ്പ് കുറേയൊക്കെ രാഷ്ട്രീയ പാർട്ടികളുടെ ഇരട്ടത്താപ്പ് പൊതുജനത്തിന് ബോധ്യം വന്നതുകൊണ്ടും കൂടിയാണിത് യുനാനിമസായിട്ട് പാർലമെൻറ്റിനകത്ത് പാസ്സായത്. അല്ലെങ്കിൽ ഇതിനെ ഇനിയും തുരങ്കം വെക്കാനുള്ള നിലപാടുകൾ പല രീതിയിൽ പല രാഷ്ട്രീയ പാർട്ടികൾ എടുത്തിട്ടുണ്ടല്ലോ പാർലമെൻറ്റിനകത്ത്. അതിൻ്റെ തുടർച്ച തന്നെ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ശ്രീ കെ ജെ ജേക്കബ്, അഡ്വക്കേറ്റ് PM ആതിരയും CPIM-ഉം പ്രതിപക്ഷ പാർട്ടികളും രാജ്യത്ത് മുമ്പോട്ട് വെക്കുന്ന ആശയത്തെ ഞാൻ താങ്കളുടേതായൊരു സ്റ്റൈലിൽ ഒന്ന് മൊഴിമാറ്റാം. അതായത് ഒരു 500 രൂപ വിലയുള്ള ഒരു ഷർട്ട്, ആ ഷർട്ടിന് ഓഫർ വിലക്കാരൻ 1200 രൂപ വിലയിടുന്നു. അതിനുശേഷം ഏതാണ്ടൊരു വലിയ ഔദാര്യം പോലെ 500 രൂപ കുറയ്ക്കുന്നു. അപ്പോഴും 500 രൂപയുടെ ഷർട്ടിന് 200 രൂപ കൂടുതലാണ്. ഈ ഒരു തന്ത്രമാണ് ഈ സീറ്റുകൾ കൂട്ടിയിട്ട് 33% സംവരണം വനിതകൾക്ക് കൊടുക്കാനുള്ള കുതന്ത്രത്തിന് പിന്നിൽ. ഇതാണ് ഞാൻ ഒന്ന് മൊഴിമാറ്റിയത് താങ്കളിലേക്ക്. ആണോ? അങ്ങനെയാണോ? അതായത് നമ്മളതിനകത്തിപ്പം പാർലമെൻറ്റിലെ സീറ്റ് കൂട്ടുന്നതിന് ഞാൻ ഒരിക്കലും എതിരല്ല. കാരണം നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മുടെ സീറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത് 71 അവസ്ഥയാണ്. അന്ന് 535 സീറ്റ് മറ്റുണ്ടായിരുന്നു. നമ്മുടെ 550 സീറ്റാണ് പരമാവധി നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. സത്യത്തിൽ അത് പുനഃക്രമീകരിക്കാവുന്നതാണ്. സീറ്റുകളുടെ എണ്ണം കൂട്ടുന്നതിൽ ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷേ അത് വളരെ ഈ വനിതാ സംവരണവുമായിട്ട് കൂട്ടിക്കെട്ടരുത് എന്ന് അഡ്വക്കേറ്റ് ആതിര പറഞ്ഞതിനോടാണ് എനിക്ക് യോജിപ്പ്. നമ്മൾ അതുമായിട്ട് അവിടെയാണ് ഇതിനകത്ത് പ്രശ്നം. RSSനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ഡീലിമിറ്റേഷൻ കൊണ്ടുവരണം. അതാണ് അവരുടെ ആവശ്യം. നമ്മൾ 1971 ജനസംഖ്യ വെച്ച് 76 ഭരണഘടനാ ഭേദഗതി പ്രകാരം അടുത്ത 25 വർഷത്തേക്ക് നമ്മൾ പറഞ്ഞു 71 സെൻസസ് വെച്ചിട്ടായിരിക്കും. അത് ഇന്ത്യ സർക്കാർ അല്ലെങ്കിൽ ഇന്ത്യൻ പാർലമെൻറ്റ് ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്ക് കൊടുത്തൊരു വാക്കാണ്. നമ്മൾ ജനസംഖ്യാ നിയന്ത്രണം നടപ്പിലാക്കണം. അങ്ങനെ നടപ്പിലാക്കുമ്പോൾ അത് വിജയകരമായി നടപ്പിലാക്കുന്ന സംസ്ഥാനങ്ങൾക്ക്, അപ്പോൾ നമ്മൾ ജനസംഖ്യ മാത്രം വെച്ച് ലോക്സഭയിലെ അംഗങ്ങളെ തീരുമാനിച്ചാൽ ജനസംഖ്യാ നിയന്ത്രണം നടപ്പാക്കുന്ന സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം കുറയും. ഇപ്പം ജസ്റ്റ് ഉദാഹരണം പറഞ്ഞാൽ 71 കണക്കനുസരിച്ച് ഇപ്പോഴത്തെ ബീഹാറിനും ഇപ്പോഴത്തെ തമിഴ്നാടിനും ഏകദേശം ഒരേ അംഗങ്ങളാണ് പാർലമെൻറ്റിലുണ്ടായിരുന്നത്. അതായത് പഴയ ബീഹാർ നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ 40 വെച്ച്. ഇപ്പോഴത്തെ ഈ 2011 കണക്കെടുത്താൽ പിന്നെ തമിഴ്നാട്ടിൻ്റെ നമ്പർ 50-നും 55-നും ഇടയ്ക്ക് നിൽക്കും. ബീഹാറിൻ്റെ ഏകദേശം ഇരട്ടിയാകും. അപ്പോൾ ജനസംഖ്യാ നിയന്ത്രണം വിജയകരമായി കൊണ്ടുവന്ന തമിഴ്നാടിൻ്റെ അവിടുത്തെ പ്രാതിനിധ്യം പ്രാക്ടിക്കലി കുറയുന്നു. ജനസംഖ്യാ നിയന്ത്രണം നടപ്പാക്കാത്ത ബീഹാറിൻ്റേത് കൂടുന്നു. ബീഹാറിൻ്റെയും മധ്യപ്രദേശിൻ്റെയും ഉത്തർപ്രദേശിൻ്റെയും ഒക്കെ ഇത് എല്ലാ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കും ഇതിൻ്റെ അഡ്വാൻറ്റേജ് കിട്ടും. അതേസമയം ജനസംഖ്യാ നിയന്ത്രണം ഫലപ്രദമായി നടപ്പാക്കിയ എല്ലാ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിൻ്റെയും ആനുപാതിക പ്രാതിനിധ്യം കുറയും. അതാണ് അതിൻ്റെ പ്രശ്നം. ഇതൊരു സാധാരണഗതിയിലൊരു പ്രശ്നം. ഇത് RSS BJPയുടെ എത്രയോ കാലമായിട്ടുള്ള ആഗ്രഹമാണ്. അതേസമയം
ഈ 71 ജനസംഖ്യാനുപാതികമായി ലോക്സഭയിലെ സീറ്റുകൾ നിശ്ചയിക്കുന്ന കാര്യത്തിൽ അടൽ ബിഹാരി വാജ്പേയിക്ക് പോലും യോജിപ്പായിരുന്നു. 2021 രണ്ടാമത്തെ ഭരണഘടനാ ഭേദഗതി പാസ്സാക്കുന്നത് 25 വർഷത്തേക്ക്. അത് 26-ൽ തീരും. അപ്പം നമ്മൾ വീണ്ടും ആലോചിക്കേണ്ടതുണ്ട് എങ്ങനെയാണ് നമ്മളിത് ചെയ്യുന്നതെന്ന്. അതിനെക്കുറിച്ച് രാജ്യത്തൊരു ചർച്ച വരേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പല കാരണങ്ങൾ, ജനസംഖ്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്, ഇതിൻ്റെ പ്രാതിനിധ്യമുണ്ട്. അതേസമയം വേറൊരു ഫാക്ടറുണ്ട്. ഇപ്പോൾ തമിഴ്നാട്ടിലെ ഒരു വോട്ടർ അല്ലെങ്കിൽ 10 ലക്ഷം വോട്ടർ ഒരു എം പിയെ തിരഞ്ഞെടുത്ത് വിടുന്നു. ബീഹാറിൽ 20 ലക്ഷം വോട്ടർമാർക്കാണ് ഒരു എം പി ഉള്ളത്. ഈ പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് രാജ്യം ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലെത്തണം. എങ്ങനെയാണ് നമ്മളിത് മുമ്പോട്ട്, അങ്ങനെയാണ് നമ്മൾ 71-ൽ ആ തീരുമാനത്തിലെത്തിയത്. അങ്ങനെ ഒരു തീരുമാനത്തിലെത്താനുള്ള ജനാധിപത്യ ബോധം ഇല്ലാത്തത് കൊണ്ടാണ് RSSും BJPയും വനിതാ സംവരണ നിയമത്തിൻ്റെ ചെലവിൽ, അതിൻ്റെ മറവിൽ ഈ ഡീലിമിറ്റേഷൻ കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത്. അത് അങ്ങേയറ്റം തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ രാജ്യം മുമ്പോട്ട് പോകുന്നത് ഏതെങ്കിലും ഒരു സംഘടനയുടെ തിട്ടൂരത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, RSS BJP മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ അജണ്ട എന്നുള്ളത് മനുഷ്യരെ വിഭജിക്കാനുള്ള അജണ്ടയാണ്. RSS BJP ഇപ്പോൾ പറയുന്നത് ജനസംഖ്യാ നിയന്ത്രണം ഫലപ്രദമായി നടപ്പാക്കിയ സംസ്ഥാനങ്ങൾക്ക് കുറഞ്ഞ പ്രാതിനിധ്യം മതി ലോക്സഭയിൽ എന്നുള്ളതാണ്. അതായത് ഒരു രാജ്യത്തിൻ്റെ ലക്ഷ്യങ്ങൾക്കൊപ്പം നീങ്ങിയ സംസ്ഥാനങ്ങളെ ശിക്ഷിക്കാനുള്ള നടപടിയാണ് ഇപ്പം RSS BJP എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് എത്രത്തോളം അപകടകരമായ കാര്യമാണ് എന്നവർക്കിനിയും മനസ്സിലായിട്ടില്ല. ഈ രാജ്യം എത്രത്തോളം കോംപ്ലക്സ് ആണ്, എത്രത്തോളം സങ്കീർണമാണ് ഈ നാട്. ഒരു വൺ സൈസ് ഫിറ്റ്സ് ഓൾ എന്ന് പറയുന്ന ഒരു സംഭവം ഇന്ത്യയിലില്ല. തമിഴ്നാടിന്, കേരളത്തിന്, തെലങ്കാനയ്ക്ക്, കർണാടകയ്ക്ക്, ആന്ധ്രാപ്രദേശിന്, എല്ലാ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിനും അവരുടെ സീറ്റുകളുടെ എണ്ണം പ്രാക്ടിക്കലി കുറയുകയാണ് ചെയ്യുന്നത്. ഇത് എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? എന്താണ് അവർ ചെയ്ത കുറ്റം? അവർ ചെയ്ത കുറ്റം ജനസംഖ്യാ നിയന്ത്രണം എന്നുള്ള രാജ്യത്തിൻ്റെ പോളിസി വിജയകരമായി ഫലപ്രദമായി നടപ്പാക്കി എന്നുള്ളതാണ്. ഇതിനെ അട്ടിമറിക്കാനുള്ള ഈ രാജ്യത്തിന് അതിനോടുകൂടി തന്നെ നൽകിയ വാഗ്ദാനം അട്ടിമറിക്കാനുള്ള RSS BJPയുടെ നയം, അതിനൊരു കരുവായി അവർ വനിതാ സംവരണ ബില്ലിനെ കാണുന്നു. അതാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് കാണേണ്ട പ്ലോട്ട്. ഇതിൽ ഇത് BJPയുടെ സുഹൃത്ത് പറഞ്ഞതുപോലെ ഇടതുപക്ഷം എന്നും എല്ലാ കാലത്തും വനിതാ സംവരണത്തിന് വേണ്ടി വാദിച്ചുകൊണ്ടിരുന്നവരാണ്. എനിക്ക് തോന്നുന്നില്ല ഇന്നത്തെ നിലപാടും അത് തന്നെയാണ്. നിങ്ങൾ വനിതാ സംരക്ഷണം നടപ്പാക്കൂ, പക്ഷേ സ്റ്റേറ്റുകൾ, ഒരു കാര്യം കൂടി ഉണ്ട് അജിംഷാദ്, ഇത്രയും കാലം പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും നേരിട്ടും അല്ലാതെയും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം കുറയ്ക്കില്ല എന്നുള്ളതാണ്. അതായത് ഇപ്പം 540 സീറ്റുണ്ട്, അത് നമ്മൾ നേരെ പകുതി എല്ലാവരുടെയും സീറ്റ് ഇരട്ടിയാക്കും. ഇപ്പം 50% കണ്ടു കൂട്ടും. ഇപ്പം 80 സീറ്റുള്ള ഉത്തർപ്രദേശിന് 120 സീറ്റാവും. 20 സീറ്റുള്ള കേരളത്തിന് 30 സീറ്റാകും. ദാറ്റ്സ് എമിനൻ്റ്ലി ഫീസിബിൾ. അതിപ്പോഴും നടപ്പാക്കാവുന്ന കാര്യമാണ്. അതിനു പകരം 2011 സെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഡീലിമിറ്റേഷൻ നടപ്പാക്കും എന്ന് പറയുന്നത് രാജ്യം അതിന് തന്നെ നൽകിയ വാഗ്ദാനത്തിൻ്റെ ലംഘനമാണ്. പാർലമെൻറ്റിൽ അവർക്കില്ലാത്ത ഭൂരിപക്ഷം, കാരണം അതിന് ഭരണഘടനാ ഭേദഗതി ആവശ്യമാണ്. ഭരണഘടന കഷ്ടിച്ച് BJPക്ക് 240 സീറ്റേ ഉള്ളെന്ന് ആലോചിക്കണം. ഇന്ത്യൻ ലോക്സഭയിൽ 380 സീറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഭരണഘടനാ ഭേദഗതി പാസ്സാകൂ. അപ്പം ഈ ഭരണഘടനാ ഭേദഗതി പാസ്സാക്കാനുള്ള ഭൂരിപക്ഷം പോലും ഇല്ലാത്ത ഒരു സർക്കാർ ഒരു രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു സമന്വയത്തെ അട്ടിമറിക്കാനും RSS BJPയുടെ അജണ്ട നടപ്പാക്കാനുള്ള ശ്രമമാണ്. ഇത് അംഗീകരിച്ചു കൊടുക്കുക. അത് പാർലമെൻറ്റ് വോട്ടിൻ്റെ ബേസിസിൽ മാത്രമല്ല, ലോക്സഭയിൽ ഈ ഭരണഘടനാ ഭേദഗതി ബില്ല് പാസ്സാക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതല്ല അതിൻ്റെ പ്രശ്നം. എങ്ങനെയാണ് ഇത്രയും അനീതികരമായ ഒരു ബില്ല് രാജ്യത്തിന് മുമ്പിൽ അടിച്ചേൽപ്പിക്കാൻ RSSനും BJPക്കും ധൈര്യം വന്നത് എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ട കാര്യം. തീർച്ചയായും. ശ്രീ M. ജയചന്ദ്രൻ, ദേശീയ രാഷ്ട്രീയത്തിൽ വളരെ ആഴത്തിൽ അവഗാഹമുള്ള ഒരാളെന്ന നിലയിൽ കൂടി, ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ കൂടി, എന്തായിരിക്കും BJPയുടെ RSSൻ്റെ സംഘപരിവാറിൻ്റെ ഈ ഉദ്ദേശത്തിന് പിന്നിൽ? അതായത് ഇതിനകത്ത് നിരവധി ഘടകങ്ങളുണ്ട്. ഒന്ന്, വ്യക്തമായ ഭൂരിപക്ഷം ഒരു ഭരണഘടനാ ഭേദഗതിക്കില്ലാത്ത ഘട്ടത്തിൽ എന്തിനാണ് മോദി സർക്കാർ ഈ മൂന്നാം ഘട്ടത്തിൽ കിതയ്ക്കുന്ന മോദി സർക്കാർ കൊണ്ടുവരുന്നതെന്നുള്ളതാണ് ഒരു ചോദ്യമായി വരുന്നത്. രണ്ട്, ഇതിലെ അനീതികളെ സംബന്ധിച്ചാണ്. ഇത് ഉയർത്തുന്ന ഓരോ സംസ്ഥാനങ്ങളുടെയും അവകാശങ്ങൾ കവർന്നെടുക്കുന്ന വലിയ അനീതി ഇതിൽ ഉള്ളടങ്ങിയിട്ടുണ്ട്. ഇതിലാണ് ആശങ്ക. ശ്രീ M. ജയചന്ദ്രൻ, എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? അജിംഷാദ്, ഇതൊരു പാക്കേജ് ആയിട്ടാണ് BJPയുടെ യൂണിയൻ ഗവൺമെന്റ് 2023 131 ഭരണഘടനാ ഭേദഗതിയായിട്ട് കൊണ്ടുവരുന്നത്, പൈലറ്റ് ചെയ്തത്.
അത് ഈ ഇപ്പോ നാരീശക്തി വന്ദൻ അധിനിയം എന്നൊരു പുതിയ പേരുമൊക്കെ ഇട്ടിട്ടാണ് ഈ സാധനം കൊണ്ടുവന്നിട്ടുള്ളത് അന്ന്. അത് ഇപ്പൊ പുറത്ത് പൊടിതട്ടി എടുത്തിരിക്കുകയാണ്. ഈ പൊടിതട്ടി എടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ഇവരുടെ ലക്ഷ്യങ്ങളും അതോടുകൂടി പുറത്താവുകയാണ്. എന്താണ് ലക്ഷ്യം എന്നുള്ളത് ഇപ്പൊ സുവ്യക്തമായി കഴിഞ്ഞു. ഈ നമുക്ക് ഒരു ഫെഡറൽ അധികാരഘടനയുള്ള ഇന്ത്യയുടെ ഭരണഘടനയെ പോലും നിഷ്പ്രഭമാക്കുന്ന രൂപത്തിൽ ഹിന്ദി ഹാർട്ട്ലാൻഡ് എന്ന് പറയുന്ന ഹിന്ദി ഹൃദയഭൂമി സംസ്ഥാനങ്ങളെ കേന്ദ്രീകരിച്ച് പുതിയ തരത്തിലുള്ള പരിഷ്കരണം, ജനാധിപത്യപരമായ പരിഷ്കരണം എന്ന പേരിൽ ഉണ്ടാക്കുകയും വാസ്തവത്തിൽ അത് BJPയുടെ മാത്രം സർവകാല ആധിപത്യത്തിനുള്ള അടിത്തറയായി നിലനിർത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് രാഷ്ട്രീയമായ ഏറ്റവും വലിയ കൊടും പാതകം എന്ന് പറയുന്നത്. ഭരണഘടനയോടാണ് പാതകം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പാതകം എന്ന് തന്നെ പറഞ്ഞത്. UP, ബീഹാർ, മധ്യപ്രദേശ്, ജാർഖണ്ഡ്, രാജസ്ഥാൻ, ഡൽഹി അടക്കമുള്ള സംസ്ഥാനങ്ങൾ ചേരുന്ന ഒരു ബ്ലോക്കിന്, അതാണല്ലോ ഹിന്ദി ഹാർട്ട്ലാൻഡ് എന്ന് പറയുന്നത്. ആ ഹിന്ദി ഹൃദയഭൂമിക്ക് ഏതാണ്ട് ഇപ്പോഴുള്ളതിൻ്റെ ഏതാണ്ട് ഇരട്ടിയിലധികം, ഇപ്പോൾ 206 സീറ്റൊക്കെയാണ് ഉള്ളത്. അത് 370 മറ്റൊരായി വർദ്ധിക്കാൻ പോവുകയാണ് വന്നാൽ ഉടനെ. ആ തരത്തിൽ വർദ്ധിപ്പിച്ചുകൊണ്ട് പാർലമെന്റിൽ നിർണായകമായ മേധാവിത്വം നേടാൻ, നിരന്തരം ചിരകാലം നേടാൻ BJPക്ക് സാധിക്കുന്ന തരത്തിൽ ഉള്ള ഒരു സംവിധാനമാണ് ഇതുകൊണ്ട് ഒപ്പിച്ചുകൊണ്ട് വരാൻ ശ്രമിക്കുന്നത്. നടക്കില്ല. പക്ഷേ ഇതൊക്കെ സംശയമില്ല പറയാൻ നടക്കില്ല. BJPയും നരേന്ദ്രമോദിയും അമിത്ഷായും തലകുത്തി മറിഞ്ഞാലും ഇന്ത്യയിൽ നീതിന്യായ വ്യവസ്ഥ നിലനിൽക്കുന്ന കാലത്തോളം ഇത്തരം ഒരു അഭ്യാസവും നടക്കാൻ പോകുന്നില്ല. ഇങ്ങനെ ഈ ചാടിക്കളിയുടെ കൊച്ചിരാമ എന്ന് പറഞ്ഞ് ചാടിക്കളിക്കാൻ NDAയുടെ കൂട്ടത്തിൽ കുറെ കൊച്ചിരാമന്മാർ നിൽക്കുന്നത് കൊണ്ട് അവരെ ചാടിക്കളിപ്പിക്കാം എന്നുള്ളതല്ലാതെ, നമ്മളെ കുറച്ച് ഭീതിപ്പെടുത്താം എന്നുള്ളതല്ലാതെ, ആത്യന്തികമായി നിയമനിർമ്മാണ സംവിധാനം വളരെ സജീവമായി നിൽക്കുന്ന ഇന്ത്യയെ പോലുള്ള ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ ഇത് നടത്തിയെടുക്കാനേ കഴിയില്ല. അതിൻ്റെതായിട്ടുള്ള ഒരുപാട് സങ്കീർണതകൾ നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് 2021 സെൻസസ് ഇപ്പോഴും മാറ്റി വെച്ചിരിക്കുന്നത്? ഏതെങ്കിലും BJPക്കാരന് പറയാൻ പറ്റുമോ? ഇവിടെ ഇരിക്കുന്ന നമ്മുടെ BJP സുഹൃത്തിന് പറയാൻ പറ്റുമോ എന്തിനാണ് നിങ്ങൾ സെൻസസ് മാറ്റിവെച്ചത്? രാജേന്ദ്രൻ, താങ്കൾക്ക് പറയാൻ പറ്റുമോ? കോവിഡിന്റെ കാര്യം പറഞ്ഞുവല്ലോ. കോവിഡ് സെൻസസ് അല്ല, താങ്കളുടെ സമയത്ത് എന്റെ സമയത്തല്ല, താങ്കളുടെ സമയത്ത് അജിൻ സാർ സമയം തരുമല്ലോ. അപ്പൊ അജിൻ സാർ സമയം തരുമ്പോൾ താങ്കൾ അത് പറഞ്ഞാൽ മതി കേട്ടോ. ഇത് കോവിഡിന്റെ കാര്യം പറഞ്ഞ അന്നത് മാറ്റിവെച്ചു. കോവിഡ് കാലോത്രയായിരുന്നു. ഞാൻ എന്റെ ആർഗ്യുമെന്റ് എനിക്ക് ചോദിക്കാൻ അവസരമുണ്ടല്ലോ. ഞാൻ എന്റെ ചോദ്യങ്ങൾ പ്ലേസ് ചെയ്യുന്നു. താങ്കളുടെ സമയത്ത് താങ്കൾ അതിന് പറ്റുമെങ്കിൽ ആൻസർ ചെയ്യുക. അതാണ് നമ്മളുടെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള സംവാദമാണ് നമ്മൾ നടത്തുന്നത് ഏത് ചാനലിലും. ഇവിടെ അത് തന്നെയാണ്. സമയം അതേ രാജേന്ദ്രൻ സമയം നിശ്ചയിക്കുന്നത് അജിൻ സാറിന്റെ ആണല്ലോ ഈ ഷോ അജിൻ സാറിന്റെ ആണല്ലോ സമയം തരുന്നത്. ഫോണാണ്. താങ്ക് യു. അപ്പൊ അതാണ് പ്രശ്നം. എന്തുകൊണ്ടെന്നുള്ള ചോദ്യത്തിന് നിർണായകമായി ഈ കേരളം മാത്രമല്ല, തമിഴ്നാട് മാത്രമല്ല, കർണാടകയും തെലുങ്കാനയും ആന്ധ്രയും മാത്രമല്ല, ഇന്ത്യ മുഴുവനും ഈ ചോദ്യം എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം ചോദിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. ഇതിനെ ആളിപ്പടരും. ഈ ചോദ്യം എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം തന്നെയാണ് ആളിപ്പടരാൻ പോകുന്നത്. എന്തിനാണ് നിങ്ങൾ സെൻസസ് ഇല്ലാതാക്കിയത്? ഇനി നിങ്ങൾ എന്നാണ് സെൻസസ് നടത്താൻ പോകുന്നത്? ഇതിനെയും ഈ അധിനിയം, നാരീശക്തി അധിനിയം എന്ന് പറഞ്ഞ പരിപാടിയെയും നിങ്ങളുടെ ഈ തന്ത്രങ്ങളെയും എന്തിനാണ് ഒരുമിച്ച് കൂട്ടിക്കെട്ടാൻ പത്രപ്പാട് പെടുന്നത്? ഇതാണ് ഇവിടെ കാണുന്നത്. തെളിഞ്ഞ് കാണുന്ന പ്രശ്നം ഇതാണ്. അപ്പോ ഈ നെഗ്ലക്റ്റിംഗ് ദ സൗത്ത് എന്നുള്ള ഒരു പുതിയ സംവിധാനത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് BJP. അത് അവർക്ക് ആവശ്യമാണ്. ദക്ഷിണേന്ത്യയെ പൂർണ്ണമായിട്ടും ബ്ലാക്ക് ഔട്ട് ചെയ്യാൻ കഴിയുന്ന, ഇന്ത്യയുടെ പൊളിറ്റിക്കൽ മാപ്പിൽ നിന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്താലും അവർക്ക് കസേരയിൽ കയറിയിരിക്കാൻ കഴിയുന്ന ചിരകാലാഭിലാഷം നടത്തിയെടുക്കാൻ കഴിയുന്ന സംവിധാനം ഉണ്ടാക്കാൻ കഴിയും എന്ന മിഥ്യാഭ്രമം അല്ലെങ്കിൽ വ്യാമോഹം മാത്രമാണ് BJP നേതൃത്വത്തിലേക്ക് നയിച്ചിട്ടുള്ളത്. ഇതൊരു കാലത്തും നടക്കില്ല എന്ന് ഏത് സാധാരണ പകുതി ഉറപ്പുള്ളത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ അടിയറ വിശ്വാസമുള്ളത് കൊണ്ട് തന്നെയാണ് സാറേ. അപ്പൊ അതുകൊണ്ട് എന്തൊക്കെയാണ് ഇതിലൂടെ ഇവർ നടത്തിയെടുക്കാൻ പോകുന്നത് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്.
എന്തൊക്കെയാണ്? നമ്മൾ നേടിയ സാക്ഷരത അത് തെറ്റാണ്. നമ്മൾ നേടിയ വിദ്യാഭ്യാസം, നമ്മൾ നേടിയ ആരോഗ്യം, പിന്നെ നമ്മൾ നേടിയ ഈ ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റിയിലെ മറ്റൊരുപാട് നമ്മുടെ ഈ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഒരു ഭാഗത്തും, മറുഭാഗത്ത് ധനകാര്യ മാനേജ്മെന്റിലെ പ്രശ്നങ്ങൾ മറുഭാഗത്തും നിൽക്കുന്ന ഈ തികഞ്ഞ സംസ്ഥാനങ്ങളുണ്ട്. കേരളത്തിൽ മാത്രമല്ല. അതുകൊണ്ടാണല്ലോ കേരളത്തിനൊപ്പം തമിഴ്നാടും തീർച്ചയായും പിന്നെ സുപ്രീം കോടതി നിലനിൽക്കുന്നത്. അത്തരത്തിലുള്ള ഗുരുതരമായ പ്രശ്നങ്ങളുടെ ഒരു കൂനയുമായിട്ടാണ് ഇവർ തുടങ്ങുന്നത്. ഈ തുടങ്ങുന്നിടത്താണ് നിൽക്കാനല്ലാതെ ഒരിഞ്ച് മുമ്പോട്ട് പോകാൻ കഴിയും എന്ന് ഞാൻ കരുതുന്നതില്ല അജിംഷാദ് ഇക്കാര്യത്തിൽ. തീർച്ചയായും. ശ്രീ രാജേന്ദ്രൻ പന്തളം, ഇവിടെ പ്രധാനമായും മോദി സർക്കാരിൻ്റെ സംഘപരിവാർ വൽക്കരണത്തിൻ്റെ മുഖംമൂടികൾ ഈ വിഷയത്തിൽ കാണുന്നതിന് നിരവധി ഘടകങ്ങളുണ്ട്. അതിലൊന്ന് എന്ന് പറയുന്നത് ഈ 2011 സെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ എന്തിനാണ് ഇത് നടപ്പാക്കുന്നത്? നമ്മുടെ ഭരണഘടന നിർദ്ദേശിക്കുന്ന അനുസരിച്ച് 2026 ശേഷമുള്ള സെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ 2034 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടപ്പാക്കേണ്ട ഒരു സംഗതിയെ ഇങ്ങനെ ധൃതി പിടിച്ച് 2011 സെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ നടപ്പാക്കുന്നതിന് ചോദ്യം നമ്പർ 1, അതിനുത്തരം പറയൂ ആദ്യം. അതെ, ഞാൻ ആദ്യം ജയചന്ദ്രൻ സാറിന്റെ ചോദ്യത്തിന് ഉത്തരം പറയട്ടെ. നമ്മൾ ന്യൂസ് റൂമിൽ ഇരുന്നു കൊണ്ട് ഒരു കോപ്പി എഡിറ്റ് ചെയ്യുന്നത് പോലെ അല്ല ഈ ഭാരതത്തിലെ സെൻസസ് എന്ന് പറയുന്ന പ്രക്രിയ. ഇറ്റ്സ് എ വെരി ലബോറിയസ് ടാസ്ക്. അതിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പൊ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ 2027 സെൻസസ് ആണെങ്കിലും അതിന്റെ അടിസ്ഥാനപരമായ പ്രവർത്തനങ്ങൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് ഇതൊരു ഹൈബ്രിഡ് മോഡിലാണ് നടക്കുന്നത്. ഡിജിറ്റൽ ഉണ്ട്, അല്ലാതെ നേരിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് കളക്ട് ചെയ്യുന്ന രീതി ഇന്ത്യയിൽ അതേ പ്രായോഗികമാകും. അതിന് വളരെ 140 കോടി ജനങ്ങളാണ്. ജനങ്ങളുടെ എണ്ണമല്ല എടുക്കുന്നത്, അവരുടെ സാമ്പത്തിക സ്ഥിതി, സാമൂഹിക സ്ഥിതി, ഇതെല്ലാം വളരെ പ്രധാനമാണ്. ഒരു രാജ്യത്തിന്റെ വികസനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ആ പ്രക്രിയ ഒരു ഹെർക്കുലിയൻ ടാസ്ക് ആണ് എന്നതുകൊണ്ട് താങ്കൾ എന്താ ഉദ്ദേശിച്ചത്? അതെ, അതുകൊണ്ട് സമയമെടുക്കും. അത് തീർച്ചയായിട്ടും സമയമെടുക്കും. അപ്പോൾ സമയം എടുക്കണമല്ലോ. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് എന്ന പ്രക്രിയയും ഇതുപോലെ സങ്കീർണമാണല്ലോ. അതുകൊണ്ട് ഇത്രയും വലിയ രാജ്യത്തിൽ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ശരിയല്ല എന്നൊരു നിഗമനത്തിലേക്ക് നിങ്ങൾ എത്തുമോ? അതുകൊണ്ട് ജനാധിപത്യത്തിന് അതിന്റെ പക്ഷക്കാർക്കെതിരെ ഞാനൊരു റൈറ്റിസ്റ്റ് പക്ഷക്കാരൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ താങ്കളോട് ചോദിച്ചത് കൂടുതൽ താങ്കളിൽ നിന്ന് ആ പ്രതികരണം ആരായുന്നത്. അപ്പൊ ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അദ്ദേഹത്തിന് മറുപടി പറയാൻ പറ്റാതെ വരും. അതായത് 2028 മണ്ഡല പുനർനിർണയം എന്നുള്ള രീതിയിൽ ആണ് ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത്. ആ എന്തിന്റെ സെൻസസിന്റെ അടിസ്ഥാനത്തിൽ. അപ്പൊ അതിന്റെ യഥാർത്ഥമായിട്ടൊരു സെൻസസിന്റെ അടിസ്ഥാനത്തിൽ 2027 സെൻസസ് നടക്കുമ്പോൾ 2029 നടക്കുന്ന മണ്ഡല പുനർനിർണയം, അതായത് ഇപ്പോൾ നടക്കുന്ന 2011 സെൻസസിന്റെ അടിസ്ഥാനത്തിൽ എന്തിനാണ് മണ്ഡല പുനർനിർണയം? ഇതാണ് ചോദ്യം. ആ മണ്ഡല പുനർനിർണയം പറയാം. അത് നിങ്ങൾ തന്നെ അതിന്റെ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജയചന്ദ്രൻ സാറും പറഞ്ഞത്. അതായത് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ, കേരളം ഉൾപ്പെടെ, നമ്മൾ അതിന്റെ ബലിയാടുകളാണ്. ഇപ്പൊ എന്താണ് 12 മണ്ഡലമില്ലാത്തത്? ജനസംഖ്യ കുറഞ്ഞതുകൊണ്ട്. പത്തനംതിട്ടയിൽ എന്താ MLA മാരുടെ എണ്ണം കുറഞ്ഞത്? ജനസംഖ്യ കുറവായതുകൊണ്ട്. 0 പോപ്പുലേഷൻ ഗ്രോത്തും ഉണ്ട്. നമുക്ക് അങ്ങനെ ഒരു നഷ്ടം വന്നിട്ടുണ്ട്. MLA മാരുടെ MP മാരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ താങ്കൾ എത്ര ലളിതമായാണ് ഈ വിഷയത്തെ കാണുന്നത്. അതായത് ആസൂത്രണങ്ങളടക്കം രാജ്യത്തിന്റെ പൊതുഗുണത്തിനായി കൃത്യമായി നടപടികളിലൂടെ ജനസംഖ്യയെ നിയന്ത്രിച്ച കേരളം അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ പുറന്തള്ളപ്പെടുന്നു, അവർ ലഭ്യരാകുന്നു. ഇതൊന്നും ചെയ്യാത്തവർ മിടുക്കന്മാരാകുന്നു. അതായത് കൃത്യമായി പഠിക്കുന്ന കുട്ടിക്ക് റാങ്കും മാർക്കും ഇല്ല, ക്ലാസ്സിൽ കയറാതെ നടക്കുന്നവനെ വിളിച്ച് മാർക്കും റാങ്കും കൊടുക്കുന്നത് പോലെയാണ് താങ്കൾ ഈ പറഞ്ഞത്. അതിനെയാണ് താങ്കൾ ലളിതവൽക്കരിച്ച് പറഞ്ഞത്. നമുക്ക് നഷ്ടം ഉണ്ടാകും. അത് ശരിയാണെന്നാ ഞാൻ പറഞ്ഞത്. ഞാൻ യോജിക്കുന്നു. അജിംഷാദ്, നമ്മൾ രണ്ടും പറയുന്ന ഒന്നും യോജിച്ചാൽ ഇത് കോടതിയിൽ മീൻസ് പാർലമെന്റിൽ പ്രതിഫലിക്കണ്ടേ? ഇത് നടപ്പാക്കണ്ടേ? യോജിക്കേണ്ട കാര്യമില്ല. അതിന് കിരൺ റിജിജു ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അതും കൂടി അഡ്രസ് ചെയ്യുന്ന തരത്തിലായിരിക്കും ഈ ഡീലിമിറ്റേഷൻ പുതുതായിട്ട് നടപ്പാക്കുക.
കേരളത്തിന്റെ, തമിഴ്നാടിന്റെ, കർണാടകത്തിന്റെ, ആന്ധ്രാപ്രദേശിന്റെ, തെലങ്കാനയുടെ പരാതികൾ ഉൾപ്പെടെ ആണ് ഡീലിമിറ്റേഷന്റെ ഈ പ്രാവശ്യത്തെ പ്രോസസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് അതങ്ങനെ അല്ല വിശ്വസിക്കാൻ പറ്റില്ല. അതങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. കാരണം എന്താ അറിയാമോ, ഇത് ചെയ്യുന്ന കാര്യകർത്താക്കൾ അത്ര മിടുക്കന്മാരാണ്. അതുകൊണ്ട് മിടുക്കന്മാരെന്ന് കോഴ്സിലാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇത് അത് വിശ്വസിക്കാനാവില്ല. കാരണം അതിന് താങ്കൾ ഇതിന് ഉത്തരം പറയണം. അതായത് 2011 സെൻസസ് അടിസ്ഥാനത്തിൽ എന്തിനാണ് മണ്ഡല പുനർനിർണയം? 2026 ശേഷം സമയമെടുത്ത് സെൻസസ്, അതിനുശേഷം 2034, അതായത് 29-ലല്ല 2034 തെരഞ്ഞെടുപ്പിൽ നടപ്പാക്കാനുള്ള ഒരു സമയം. അത് ജനാധിപത്യം നൽകുന്ന ഒരു സമയമാണ്. അത് വളരെ സമഗ്രവും അവഗാഹത്തിൽ, വളരെ ആഴത്തിൽ, വളരെ അവധാനതയോടുകൂടി അനുധാവനം ചെയ്യേണ്ട കാര്യങ്ങളാണ്. ആ കാര്യത്തെ ഇങ്ങനെ ഇത്ര പെട്ടെന്ന് ധൃതി പിടിച്ച് ചെയ്യുന്നത് എന്തിന് എന്ന ചോദ്യത്തിന് താങ്കൾ ഉത്തരം പറഞ്ഞാൽ മറ്റതിന് ഉത്തരവാകും. ഉത്തരം പറയാം. നമ്മൾ ഇത്രയും കാലം നിലനിന്നിരുന്ന ഒരു അനീതി ഇനി വീണ്ടും ഒരു 3 വർഷം കൂടി അല്ലെങ്കിൽ 4 വർഷം കൂടി നീട്ടേണ്ട ആവശ്യമുണ്ടോ? അല്ല 5 വർഷം പരിഹാരം കാണുകയല്ലേ? രാജേന്ദ്രൻ സാറേ, ചികിത്സ നടത്തുകയല്ലേ നമ്മൾ ചെയ്യേണ്ടത്? എന്റെ വെച്ചിട്ടുള്ള ഒരു ഉത്തരം. എന്റെ പന്തളം രാജേന്ദ്രൻ സാറേ, അതായത് 2020 അത് കൊള്ളാം. അതായത് 9 മാസവും 12 ദിവസവും വേണം ഒരു കുട്ടി വൈറൽ രൂപം കൊള്ളാൻ, വയറ്റിനുള്ളിൽ രൂപം കൊള്ളാൻ. പക്ഷേ ആ കുട്ടിയെ കാണാനുള്ള ഉത്സുകതയിൽ അത് നേരത്തെ ഞാക്കാം എന്ന് വിചാരിക്കുന്നത് പോലെ അല്ലേ താങ്കളുടെ പറച്ചിൽ? വ്യാഖ്യാനമാണ്, മിസ് ഇന്റർപ്രിട്ടേഷൻ ആണത്. 5 വർഷം കൂടി കാത്തിരിക്കാതെ അതിനു മുമ്പത്തെ തെരഞ്ഞെടുപ്പ് നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. അല്ല, അതിന് കാര്യങ്ങളുണ്ടെന്നേ. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, 2023 ഇത് നടപ്പാക്കാൻ എന്താണ്? 2023 നടപ്പാക്കാൻ എന്താണ്? ഈ നിങ്ങളുടെ വലതുപക്ഷ വനിതാ സംഘടനകൾ അടക്കം ചെന്ന് മോദിയോട് പറഞ്ഞപ്പോൾ അതിന് സമയമായിട്ടില്ലെന്നാണല്ലോ പറഞ്ഞത്. അതെന്താ അങ്ങനെ? അതിന്റെ പ്രയോറിറ്റി ഗവൺമെന്റിന്റെ ഇപ്പൊ മനസ്സിലായല്ലോ. ഇപ്പൊ കാണുന്ന പ്രേക്ഷകർക്ക് മനസ്സിലായി കാണും ഈ അവധാനതയുടെ ഉത്സുകത. അതാണ്. ആ തെറ്റ് വീണ്ടും ആവർത്തിക്കണം എന്നാണോ അജിൻ ഷാബിന്റെ വാദം? അതെന്തിനാണെന്നേ 23-ൽ? ഈ 2026-നെക്കാളും മുമ്പുള്ള വർഷമാണല്ലോ 2023. അപ്പൊ അന്നേ അങ്ങ് നടത്തിക്കൂടായിരുന്നു ഇത്? അന്ന് എന്താണ് മോദി നടപ്പാക്കാഞ്ഞത്? ഇപ്പൊ അങ്ങനാ ചോദിക്കുന്നത്. ഇതിപ്പോ പിന്നെ താമസിച്ച് നടപ്പാക്കാൻ മതി എന്ന് വാദിക്കുന്ന അജിം ഷാദ് തന്നെ ഇപ്പൊ പറയുന്നു നേരത്തെ നടപ്പാക്കണം. ഇതിൽ ഇങ്ങനെ ഉരുളരുത്, ചെളി വല്ലാതെ മേത്ത് പറ്റും. ശ്രീ കെ ജെ ജേക്കബ്, അതായത് പല കാര്യങ്ങളും ഹൈഡ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് വ്യക്തമാണ്, പക്ഷേ രാജ്യത്തിനും പൊതുസമൂഹത്തിനും വ്യക്തമാണ്. കാരണം പ്രഥമ ദൃഷ്ടിയ ഇതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ വനിതാ സംവരണം അത് പെട്ടെന്ന് നടപ്പാക്കുന്നതിൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? ഡീലിമിറ്റേഷൻ, മണ്ഡല പുനർനിർണയം അങ്ങനെ നടത്തി നീതി എല്ലാവർക്കും തുല്യമാക്കുന്നതിന് എന്താണ് പ്രശ്നം? ഇങ്ങനെയൊക്കെ പറയാനാകും. ഇത് ഹിറ്റ്ലറും പണ്ട് പറഞ്ഞിരുന്നതാണ്, ഗീബൽസും ആവർത്തിച്ചതാണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഹൈഡ് ചെയ്തിരിക്കുന്ന സംഭവഗതികൾ ഓരോന്നോരോന്നായി പുറത്ത് ചാടുകയാണ്. അതാണ് ശ്രീ പന്തളം രാജേന്ദ്രൻ്റെ വാക്കുകളിലും നമ്മൾ കണ്ടത് കേട്ടത്. ഇതിനകത്ത് സർക്കാരിൻ്റെ പ്രയോറിറ്റി തന്നെ അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയായ കാര്യമാണ്. സർക്കാരിൻ്റെ പ്രയോറിറ്റിയാണ്. ഏത് സർക്കാരിൻ്റെയാണ് എന്നുള്ളതാണ് പ്രശ്നം. RSSനും BJPക്കും ഈ രാജ്യത്തെ ഒരുമിച്ച് കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹമെങ്കിൽ എന്താണ് ഈ 1971 സെൻസസ് പ്രകാരമുള്ള എന്ന് വെച്ചാൽ ഇപ്പോഴുള്ള റെപ്രസെൻറ്റേഷൻ, അതിനോട് എന്താണ് പ്രശ്നം എന്ന് RSSും BJPയാണ് പറയേണ്ടത്. എന്തിനാണ് വനിതാ സംവരണവും ഡീലിമിറ്റേഷനും തമ്മിൽ കൂട്ടിക്കെട്ടുന്നത്? എന്തിനാണ്? ഡീലിമിറ്റേഷൻ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട രാജ്യത്തിൻ്റെ നമ്മൾ ആലോചിച്ച് നോക്കണം. നമ്മൾ ഈ 2021 സെൻസസിൽ ഫ്രീസ് ചെയ്തത് വളരെയധികം ആലോചനയ്ക്ക് ശേഷമാണ്. അതിനൊരു കാരണവുമുണ്ട്. അത് വളരെയധികം, അതായത് 71 സെൻസസ് കഴിഞ്ഞ് 76-ലാണ് ഈ ഭരണഘടന ഭേദഗതി നിയമം പാസ്സാക്കുന്നത് 25 വർഷത്തേക്ക്. അതേ നിയമം തന്നെ 2001 നമ്മൾ പാസ്സാക്കി എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം ചിന്തിച്ചുറപ്പിച്ചെടുത്ത ഒരു ബേസിസാണത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ലോക്സഭയിലേക്ക് നമ്മൾ ആളുകളെ തിരഞ്ഞെടുക്കുന്നത്. ആ അടിസ്ഥാനം മാറ്റാനുള്ള തീരുമാനം അത് നാട്ടുകാരോട് പറയാൻ എന്താണ് സർക്കാരിൻ്റെ മടി? അത് ഈ വനിതാ സംവരണ നിയമത്തിൻ്റെ ചെലവിൽ അതിൻ്റെ കുപ്പായം ഇടിപ്പിച്ച് എന്തിനാണ് ഇത് കൊണ്ടുവരുന്നത്? നമുക്ക് ഡീലിമിറ്റേഷൻ വേണം, അത് ഇന്ന രൂപത്തിലായിരിക്കണം എന്ന് സർക്കാർ നാട്ടുകാരോട് പറയണ്ടേ? ഈ പ്രശ്നം, അതായത് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളുടെ പ്രാതിനിധ്യം കുറയും എന്നുള്ള പ്രശ്നം എങ്ങനെ അഡ്രസ്സ് ചെയ്യും?
ശ്രീ രാജേന്ദ്രൻ പറഞ്ഞതുപോലെയല്ല. നിയമത്തിൽ അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് അവസാനത്തെ പബ്ലിഷ്ഡ് സെൻസസിൻ്റെ ഡേറ്റ പ്രകാരം ഡീലിമിറ്റേഷൻ നടത്താൻ ഡീലിമിറ്റേഷൻ കമ്മീഷൻ നിർദ്ദേശം കൊടുക്കുന്ന ബില്ലാണ് ഇപ്പോൾ സർക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. അത് അവസാന രൂപത്തിൽ അതെങ്ങനെ വരുമെന്ന് നമുക്കറിയത്തില്ല. സെൻസസിൻ്റെ പ്രകാരം അങ്ങനെ വന്നു കഴിയുമ്പോഴാണ് നമ്മളുടെ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം കുറയുന്നത്, ഇഫക്റ്റീവ്ലി കുറയുന്നത്. നമ്പർ കൂടും, പക്ഷേ ഇഫക്റ്റീവ്ലി കുറയുന്നത്. അങ്ങനെ കുറയ്ക്കുന്ന ഒരു സംഭവത്തോട് എങ്ങനെയാണ് BJP അത് ആ പ്രശ്നം അഡ്രസ്സ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇപ്പം BJPയുടെ പ്രതിനിധിയുടെ തുടക്കത്തിൽ എന്താണ് പറഞ്ഞത്, വനിതാ സംവരണ നിയമത്തിന് എതിരാണ് നിങ്ങൾ എന്ന് പറഞ്ഞൊരു പുകമുറ ഉണ്ടാക്കി വനിതാ സംവരണത്തിൽ ഈ രാജ്യത്തിന് ഇടതുപക്ഷം എതിരാണ് എന്ന് വരുത്തി അതിൻ്റെ ഇടയിലൂടെ RSS BJPയുടെ അജണ്ട ഒളിച്ചു കിടത്താനല്ലേ നിങ്ങൾ ഈ പണിപ്പെടുന്നത്? കാരണം ഡീലിമിറ്റേഷൻ എന്നുള്ളത് ഈ ഭരണഘടനാ ഭേദഗതി പോലെ വനിതാ സംവരണം പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ രാജ്യത്തെ കാരണം ഇപ്പോൾ ഇതിനകത്ത് RSS BJP പലപ്പോഴും പറയുന്നത് ഞാനും കേട്ടിട്ടുണ്ട്, എങ്ങനെയാണ് മലപ്പുറത്ത് സീറ്റ് കൂടിയത് പത്തനംതിട്ടയിൽ കുറഞ്ഞത് എന്നുള്ളത്. നമ്മളതിൻ്റെ അകത്ത് ഒരു അടിസ്ഥാനപരമായിട്ടൊരു കാര്യമുണ്ട്. നമ്മുടെ രാജ്യം നമ്മുടെ ഭരണഘടനയുടെ 1ാമത്തെ ആർട്ടിക്കിൾ പ്രകാരം അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്ന സംസ്ഥാനങ്ങളാണ്. സംസ്ഥാനങ്ങളും കേന്ദ്രവും, സംസ്ഥാനങ്ങളും യൂണിയനും, ഇതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ വ്യവസ്ഥ. ജില്ലകളിലും സംസ്ഥാനവും തമ്മിലുള്ള ബന്ധം അങ്ങനെയല്ല. നമ്മൾ റിസോഴ്സസ് നമ്മൾ കൊടുക്കുമ്പം പത്തനംതിട്ട ജില്ലയ്ക്ക് ആവശ്യമായ റിസോഴ്സസ് കൊടുക്കാൻ സംസ്ഥാന സർക്കാരിന് പറ്റും, മലപ്പുറം ജില്ലയ്ക്ക് കൊടുക്കാനുള്ളത് പറ്റും. പക്ഷേ കേന്ദ്ര സർക്കാർ വന്നു കഴിയുമ്പോൾ അങ്ങനെയല്ല റിസോഴ്സസ് കൊടുക്കുന്നത്. അതാണ് അതിൻ്റെ പ്രശ്നം. ഈ ഫണ്ടമെൻ്റലായിട്ടുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം. സംസ്ഥാന സംഘങ്ങൾക്ക് പ്രത്യേകിച്ചൊരു ജില്ലകൾക്കൊരു പ്രത്യേകിച്ച് പദ്ധതി, ആ പദ്ധതി സംസ്ഥാന സർക്കാരുമായി ഡിസ്കസ്, അങ്ങനെ ഒരു പരിപാടി ഇല്ല. അല്ലെങ്കിൽ സംസ്ഥാനത്ത് നികുതി വരുമാനം ജില്ലകൾക്ക് വീതം വെക്കുന്ന ഒരു പരിപാടിയില്ല. സംസ്ഥാനം ഒരു യൂണിറ്റാണ്. അതേസമയം കേന്ദ്രവും സംസ്ഥാനങ്ങളും 2 യൂണിറ്റുകളാണ്. ഇന്ത്യ, ദാറ്റ് ഈസ് ഭാരത്, ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ. നിങ്ങൾ വിചാരിക്കുന്നത് ഇന്ത്യ വേറെ എവിടെന്നെങ്കിലും വരുന്നതല്ല, സംസ്ഥാനങ്ങൾ കൂടിച്ചേർന്നുണ്ടാകുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ആ സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ധനകാര്യ ഡെവല്യൂഷൻ്റെ കണക്ക് അതൊക്കെ ഭരണഘടനയിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നുണ്ട്. അതേ കാര്യം നിങ്ങൾ കേരളത്തിലെ ജില്ലകൾ തമ്മിലുള്ള MLAമാരുടെ എണ്ണത്തിലേക്ക് എടുത്തു വെക്കരുത്. അത് തികച്ചും തെറ്റായിട്ടുള്ള ഒരു അനാലജിയാണ്, അത് ശരിയായ കാര്യമല്ല. എൻ്റെ ചോദ്യം, RSS ഡീലിമിറ്റേഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തെ എന്തിനാണ് വനിതാ സംവരണവുമായി കൂട്ടിക്കെട്ടുന്നത്? അഡ്വക്കേറ്റ് ആതിര ചോദിച്ചതുപോലെ നിങ്ങൾക്ക് 543-ൽ 3 കൊടുക്കാമല്ലോ. അതല്ല എങ്കിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആ പ്രപ്പോസൽ നേരത്തെ ഉണ്ട്. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോഴുണ്ടാകുന്ന സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം കുറയ്ക്കില്ല എന്നുള്ളതാണ്. അതിനുള്ള പ്രപ്പോസൽ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് സീറ്റുകളുടെ എണ്ണം നേരെ 1.5 ഇരട്ടിയാക്കാം, കേരളത്തിനുള്ളത് 20 എന്നുള്ളത് 30 ആക്കാം. അതിന് ഒബ്ജക്ഷൻ ഉണ്ടാവില്ല, കാരണം അതേ റെപ്രസെൻറ്റേഷനാണ്. എണ്ണം കൂട്ടാം. കാരണം ഒരു കാര്യമുണ്ട്, ഇപ്പം നമ്മളുടെ ലോകത്തിലെ ഇപ്പം 6 കോടി ജനസംഖ്യയുള്ള ബ്രിട്ടനിൽ 600 ചില്ലറ MP-മാരുണ്ട്. 36 കോടി ജനസംഖ്യയുള്ള അമേരിക്കയിൽ 540 ജനപ്രതിനിധികളുണ്ട്. 140 കോടി ജനങ്ങളുടെ ഇന്ത്യയിൽ ആ കൂടി 800 ചില്ലറ ജനപ്രതിനിധികളാണുള്ളത്. അത് കൂട്ടുന്നതുകൊണ്ട് ആർക്കും എതിർപ്പില്ല. എനിക്കൊന്നും ഇടതുപക്ഷ പാർട്ടികളും അത് കൂട്ടുന്നതിന് എതിർപ്പല്ല. പക്ഷേ ഈ ഒരു പ്രശ്നം, അതായത് ജനസംഖ്യാ നിയന്ത്രണം ഫലപ്രദമായി നടപ്പാക്കിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ ശിക്ഷിക്കാനും ഉത്തരേന്ത്യൻ, ശ്രീ ജയേന്ദ്രൻ നേരത്തെ പറഞ്ഞതുപോലെ ഉത്തരേന്ത്യൻ ബെൽറ്റിൽ നിന്നുള്ളവർക്ക് മാത്രമായി ഈ രാജ്യത്തിൻ്റെ ഭരണ സംവിധാനം മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള അവകാശം കൊടുക്കാനുമുള്ള ഒരു ഭരണഘടനാ ഭേദഗതി ബില്ലിനെ അനുവദിക്കുക എന്നുള്ളത് ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ അപകടപ്പെടുത്തുന്ന കാര്യമാണ്. RSS BJPക്ക് ഈ രാജ്യത്തിൻ്റെ ഐക്യത്തോട് എത്രത്തോളം കമ്മിറ്റ്മെൻ്റ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അതുണ്ടെങ്കിൽ അവർ ഈ പണി നിർത്തേണ്ടതുണ്ട്. കാരണം ഈ രാജ്യം നമ്മളെല്ലാവരും കൂടി സൃഷ്ടിച്ചതാണ്. ഈ രാജ്യത്തിൻ്റെ ജനസംഖ്യാ നിയന്ത്രണം എന്നുള്ള ഈ രാജ്യത്തിൻ്റെ പോളിസിയാണ്. ആ പോളിസിയെ ഫലപ്രദമായി നടപ്പാക്കി എന്നുള്ളതിൻ്റെ പേരിൽ അതൊരു മറയാക്കി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ RSSൻ്റെയും BJPയുടെയും രാഷ്ട്രീയം അംഗീകരിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് അവരുടെ രാഷ്ട്രീയ പ്രാതിനിധ്യം ഇല്ലാതാക്കാനുള്ള, ചെറുതാക്കാനുള്ള ഈ സർക്കാരിന് ഇത് അടൽ ബിഹാരി വാജ്പേയി പോലും അംഗീകരിച്ചില്ല എന്ന് നമ്മൾ ആലോചിക്കണം. അത് അംഗീകരിക്കപ്പെടുമെന്ന് കണക്കാക്കേണ്ടതില്ല. ലോക്സഭയിലെ അംഗങ്ങളുടെ എണ്ണം കൊണ്ട് മാത്രമല്ലത്, അത് നമ്മളുടെ ഒരു രാജ്യമെന്ന നിലയ്ക്ക്, രാജ്യമെന്നുള്ള ആശയത്തെ തന്നെ
RSSും BJPയും ചോദ്യം ചെയ്യാണ് ഈ 2 ബില്ലിൽ കൂടി. അത് നമ്മൾ മറക്കാതിരിക്കണം. തീർച്ചയായും അത് ഇന്ത്യ എന്ന ആശയത്തിനെതിരാകുന്നത് എങ്ങനെയാണെന്ന് കൃത്യമായി അദ്ദേഹം വരച്ചിട്ടു. മാത്രമല്ല അതിൽ നിരവധിയായി അടിവരയിടേണ്ട ഘടകവും ഒക്കെ ഉണ്ട്. ഞാൻ PM മാധുരയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചോദ്യം എനിക്ക് മിസ്സായിപ്പോയി. അത് ശ്രീ രാജേന്ദ്രൻ പന്തളത്തിലേക്ക് പോയിട്ട് അത് താങ്കൾ ചുരുക്കി പറയണം, എന്നിട്ട് എനിക്ക് PM മാധുരയും ഇപ്പോൾ KJ ജേക്കബ് സാറും ആവർത്തിച്ച ഒരു കാര്യമുണ്ട്. എന്തിനാണ് വനിതാ സംവരണത്തിൻ്റെ മറവിൽ ഈ ഡീലിമിറ്റേഷൻ മീൻസ് മണ്ഡല പുനർനിർണയം നിങ്ങൾ കൂട്ടിക്കെട്ടുന്നത്? 1. 2, 543 സീറ്റുകളിൽ സംവരണം നടപ്പാക്കാൻ ആകാത്ത നിങ്ങൾ എന്തിനാണ് 850 ആക്കിയിട്ട് സംവരണം നടപ്പാക്കുന്നത്? ആ കുതന്ത്രം എന്തിനാണ്? ആ 2 ചോദ്യത്തിന് ചുരുക്കിയൊരു മറുപടി. നേരത്തെ കേട്ടു ഈ ചർച്ചയിൽ ഇങ്ങനെ പറയുന്നത് കേട്ടു, ഇത് എന്താ സ്ത്രീകളെ എന്തോ കബളിപ്പിക്കുകയാണ്. എന്താ കുഴപ്പം? 284 MP ലോക്സഭയിൽ സ്ത്രീകൾക്ക് മാത്രം വരാൻ. ജേക്കബ് സാർ പറഞ്ഞത് വളരെ ശരിയാണ്. നമ്മുടെ MP എണ്ണം കൂട്ടേണ്ട സമയം അതിക്രമിച്ചിരിക്കുക. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തോട് ഞാൻ ചോദിക്കുന്നു, ഇന്ത്യയിലെ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജനസംഖ്യ വരികയുണ്ട്, അവർക്ക് കൂടുതൽ MP MLA കിട്ടുന്നത് നല്ല കാര്യമല്ല. കേരളത്തിന് കിട്ടണം. ഞാൻ മലപ്പുറത്തിന്റെ കാര്യം മിണ്ടിയിട്ടില്ല. ജേക്കബ് സാറാണ് മലപ്പുറത്തിന്റെ പറഞ്ഞത്. അല്ല, അത് സംഘപരിവാർ ഹാൻഡിലുകൾ പ്രചരിപ്പിക്കുന്ന കാര്യം അദ്ദേഹം പറഞ്ഞതാ. ഞാൻ ചോദിച്ചതല്ല, എന്തിനാണ് വനിതാ സംവരണത്തെ മണ്ഡല പുനർനിർണയമായി കൂട്ടിക്കെട്ടുന്നത്? 543-ൽ ഈ 33 നടപ്പാക്കാമല്ലോ. 1/3 സംവരണം, വനിതാ സംവരണം നടപ്പാക്കാമല്ലോ. അത് നടപ്പാക്കാതെ 850 ആക്കിയിട്ട് നടപ്പാക്കാൻ നിൽക്കുന്നത് എന്തിനാണ്? അതാണ് ചോദ്യം. അതിന് ഷാർപ്പായ മറുപടി ഇല്ല താങ്കൾക്ക്. എന്താ രണ്ടാമത്തെ ചോദ്യം? അതായത് 543-ൽ സംവരണം നടപ്പാക്കാമല്ലോ, 1/3 സംവരണം നടപ്പാക്കാമല്ലോ വനിതാ സംവരണം. അത് ചെയ്യാതെ എന്തിനാണ് 850 ആക്കിയിട്ട് സംവരണം നടപ്പാക്കുന്നത്? 500 രൂപയുടെ ഷർട്ടിന് എന്തിനാണ് 1200 രൂപ ഇട്ടിട്ട് കുറയ്ക്കുന്നത്? എന്റെ അജിം ഷാദെ, അതിന്റെ ഉത്തരവല്ലേ ജേക്കബ് സാർ പറഞ്ഞത്? ഇവിടെ കൂട്ടണം, എണ്ണം കൂട്ടണം. അപ്പൊ സ്ത്രീകളുടെയും പ്രൊപ്പോർഷനായിട്ട് കൂട്ടുന്നതിന് എന്തിനാ ഇത്ര ബഹളം? അപ്പോഴും 33 എന്നുള്ള അനുപാതം അതുപോലെ തന്നെ നിൽക്കുകയല്ലേ? അതിനെക്കുറിച്ച് എന്തിനാണ്? അതൊരു എന്താണത്? എന്തിനാണ് അത്? ഞാൻ അരിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ താങ്കൾ പയറും പറയുന്നില്ല, ഉഴുന്നും പറയുന്നില്ല, മറ്റെന്തോ എണ്ണോ പറയുന്നത്. ശരി, ശ്രീ അഡ്വക്കേറ്റ് PM മാധുര, കേട്ടല്ലോ താങ്കളുടെ ചോദ്യത്തിനുള്ള മറുപടി കേട്ടല്ലോ. അതിൽ ഉള്ളൊരു അവ്യക്തതയുണ്ട്. ഞാൻ താങ്കളിലേക്ക് തന്നെ ഫോർവേഡ് ചെയ്യും. ഇതിൽ 543 സീറ്റിൽ നിലവിലുള്ളത് 82 വനിതാ MP മാരാണുള്ളത്, 15%. ആ 543-ൽ 181 സീറ്റ് തരുന്നതിന്, സീറ്റ് വനിതാ സംവരണം നടപ്പിലാക്കുന്നതിന് നിലവിലുള്ള BJPക്കും നരേന്ദ്രമോദിക്കും എന്ത് തടസ്സമാണുള്ളത്? അത് വ്യക്തമാക്കണ്ടേ? അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെ ഡീലിമിറ്റേഷനുമായിട്ട് ബന്ധപ്പെടുത്തുന്നത് എന്ന് പറയാൻ സാധിക്കണ്ടേ? അതിപ്പോഴും പറഞ്ഞിട്ടില്ല. അങ്ങനെയായിരുന്നെങ്കിൽ 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനകത്ത്, ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത്, ഇന്നത്തെ ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് 181-ൽ അധികം സ്ത്രീകൾ ഇരിക്കുമായിരുന്നു. മിനിമം 181 സ്ത്രീകൾ ഇരിക്കുമായിരുന്നു. അത് നടപ്പിലാക്കാൻ ഇത്രയും ഇച്ഛാശക്തിയുള്ള ഒരു ഭരണ സംവിധാനമെന്ന് അവകാശപ്പെടുന്ന ആളുകൾക്ക് സാധിക്കാതെ പോയി. അതെന്തുകൊണ്ട് സാധിക്കാതെ പോയി എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഇപ്പോഴും പറയുന്നില്ല. നിലവിലുള്ള 543 സീറ്റിൽ 33% സംവരണം എന്ന് നടപ്പിലാക്കുന്നതിന് എന്ത് തടസ്സമായിരുന്നു ഉണ്ടായിരുന്നത്? സംസ്ഥാനങ്ങളിലോട്ടിട്ടെടുക്കായിരുന്നല്ലോ, സംസ്ഥാനങ്ങൾക്ക് വീതം വെച്ച് കൊടുക്കുമായിരുന്നല്ലോ. 33% സീറ്റുകൾ എങ്ങനെയാണ് സംസ്ഥാനാടിസ്ഥാനത്തിൽ നിന്ന് ശ്രമിക്കാമായിരുന്നല്ലോ. ഇതൊന്നും ചെയ്തിട്ടില്ല. 2 കോൺട്രവേഴ്സ്യലായിട്ടുള്ള സബ്ജക്റ്റുകളെ വനിതാ സംവരണവുമായി ചേർത്ത് കെട്ടുന്നു എന്നുള്ളതാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന വിമർശനം. അതിലൊന്ന് സെൻസസാണ്. അതിൽ ഈ പറയുന്ന BJPയോട് ആഭിമുഖ്യമുള്ള ആൾ ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് സെൻസസിൻ്റെ സാങ്കേതികതത്തെക്കുറിച്ചും അതിൻ്റെ കോംപ്ലിക്കേഷനെ കുറിച്ചൊക്കെ ഇവിടെ സൂചിപ്പിച്ചു. അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു രാജ്യത്തിനകത്ത് സെൻസസിനകത്ത് പല കാര്യങ്ങൾ വരേണ്ടതുണ്ട്. അതൊക്കെ മുമ്പും ഈ നാട്ടിൽ നടന്നത് തന്നെയാണ് കേട്ടോ. സെൻസസൊക്കെ പുതുതായിട്ട് അവതരിപ്പിക്കുന്ന ഒരു പുതിയ കാര്യമൊന്നുമല്ല സെൻസസ് എന്നുള്ളത്. എത്രയോ കാലമായിട്ട് അത് നടക്കാതെ പോയതിന് കോവിഡ് ഒരു കാര്യം പറഞ്ഞു, അതിനപ്പുറത്തേക്ക് നടപ്പിലാക്കാനൊക്കെ ഈ നാട്ടിന് കഴിയുമല്ലോ. കാരണം പിന്നെ ഇവിടെ NPR-ഉം CAയും ഒക്കെ ഉണ്ടാക്കുന്നതിന്, പൗരത്വ രജിസ്റ്റർ ഉണ്ടാക്കുന്നതിന് ഒരു തടസ്സം ഉണ്ടായിട്ടില്ല. അപ്പോൾ സെൻസസ് നടപ്പിലാക്കുന്ന സമയത്ത് എന്തിനാണ് ഇത്ര തടസ്സം? അപ്പോൾ അത്രയും ബുദ്ധിമുട്ടുണ്ടെന്ന് ഇവർ പറയുന്ന ഒരു ആശയത്തോട്, ആ ആശയം ഈ സെൻസസ് എന്ന് പറയുന്ന പ്രക്രിയ നടന്നാൽ മാത്രം സാധിക്കേണ്ടുന്ന ഒന്നാണ് ഡീലിമിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അത് വരാനിരിക്കുന്ന ഒരു സെൻസസിനെ ചൂണ്ടിക്കാട്ടി അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഡീലിമിറ്റേഷൻ എന്നുള്ളതിൽ നിന്ന് വളരെ പെട്ടെന്ന് മറുകണ്ഠം ചാടി കഴിഞ്ഞു പോയ ഒരു സെൻസസിനെ ഡീലിമിറ്റേഷനുമായിട്ട് കണക്ട് ചെയ്യുന്നു. എന്തിനാണ് അങ്ങനെ ഒരു മാറ്റം വരുത്തിയത്? അതും പറയുന്നില്ല.
നരേന്ദ്രമോദിയുടെ മുന്നിൽ ഈ സ്ത്രീ സംഘടനകൾ പോയി നിന്ന സമയത്ത് പറഞ്ഞത് ഇതാ സെൻസസ് വരാൻ വേണ്ടി പോകുന്നു, സെൻസസ് നടത്തിയിട്ട് ഡീലിമിറ്റേഷൻ നടത്തും, എന്നിട്ട് ആ ഡീലിമിറ്റേഷൻ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് സീറ്റ് തരാൻ ഉദ്ദേശമുള്ളൂ എന്ന് പറഞ്ഞെടുത്തുനിന്ന് വളരെ പെട്ടെന്ന് 2011 സെൻസസിൻ്റെ പിറകിലേക്ക് പോയിട്ട് അതിനനുസരിച്ച് ഡീലിമിറ്റേഷൻ വരുന്നു എന്ന് പറയുമ്പോൾ ഈ സെൻസസ് ആയാലും ഡീലിമിറ്റേഷൻ ആയാലും രണ്ടും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടും ഡീലിമിറ്റേഷൻ പ്രത്യേകിച്ച് ഇവിടെ ജയേന്ദ്രൻ സാറും ജേക്കബ് സാറും ഒക്കെ പറഞ്ഞതുപോലെ വലിയ രീതിയിൽ ഇന്ത്യൻ ജനാധിപത്യത്തെ ബാധിക്കും വിധമുള്ള ഒരു ഡീലിമിറ്റേഷനെ കുറിച്ച്. അതുകൊണ്ടാണ് ഇന്ന് മുഖ്യമന്ത്രിക്ക് പറയേണ്ടി വന്നത് ഇത് ഫെഡറൽ തത്വങ്ങൾ അട്ടിമറിക്കുന്ന രീതിയിലേക്ക് പോകും, ജനാധിപത്യ സംവിധാനം വെല്ലുവിളിക്കും. ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇവിടെ പറഞ്ഞതുപോലെ കേരളത്തിൽ ഉൾപ്പെടെ നടത്തിയ ആർജിത നേട്ടങ്ങൾക്ക് തിരിച്ചടിയേൽക്കും വിധം എങ്ങനെയാണ് ജനസംഖ്യാ നിയന്ത്രണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ തിരിച്ചടിയേൽക്കുന്നു. മറ്റൊന്ന് രാജ്യത്തിൻ്റെ ഒരു ഐക്യത്തെ തന്നെ കെട്ടുറപ്പിനെ തന്നെ ബാധിക്കുന്നു. അപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വരുമെന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ വലിയ രീതിയിൽ പ്രതിഷേധം ഉയർന്നു വരുന്ന ഒരു കാര്യത്തെ യുനാനിമസ് ആയിട്ട് ഐക്യകണ്ഠേന ആളുകൾ പാർലമെന്റിൽ അംഗീകരിച്ചിട്ടുള്ള വനിതാ സംവരണവുമായിട്ട് എന്തിനു കൂട്ടിക്കെട്ടുന്നു എന്നുള്ളതിന് ഇപ്പോഴും പറയുന്നില്ല. ഈ പാവം ചർച്ചയിലിരിക്കുന്ന ഒരാളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, ഈ രാജ്യം ഭരിക്കുന്ന ആളുകൾ പറയുന്നില്ല എന്തിനാണ് ഡീലിമിറ്റേഷനും വനിതാ സംവരണവും ചേർത്ത് വെച്ചത്. ഇന്ത്യൻ പാർലമെന്റിൽ നിരവധി ഘട്ടത്തിൽ പല രീതിയിലുള്ള ഭരണഘടനാ ഭേദഗതിയായിട്ട് ഈ വനിതാ സംവരണമായിട്ട് വന്നിട്ടുണ്ടല്ലോ. അന്നൊന്നും ഇത് ഡീലിമിറ്റേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറഞ്ഞിട്ടില്ലല്ലോ. എന്തിനാണ് ഡീലിമിറ്റേഷനായിട്ട് ബന്ധപ്പെടുത്തുന്നത്? അത് ഡീലിമിറ്റേഷൻ സെൻസസുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ജനങ്ങളുടെ എതിർപ്പ് വരുന്ന ഒരു കാര്യവുമായിട്ട് വലിയ രീതിയിൽ രാജ്യത്തിന് ഉത്കണ്ഠയുള്ള ഒരു വിഷയവുമായിട്ട് രാജ്യം ഐക്യകണ്ഠേന അംഗീകരിച്ചൊരു വിഷയത്തെ ചേർത്ത് വെക്കുന്ന സമയത്ത് വലിയ രീതിയിൽ വനിതാ സംവരണത്തെ അട്ടിമറിക്കാനുള്ള ശ്രമം തന്നെയാണ് എന്ന് വിശ്വസിക്കുന്നതിൽ എവിടെയാണ് അപാകത എന്നുള്ളത് കൂടി പറഞ്ഞു തരൂ. അതുകൊണ്ടാണ് സ്ത്രീകൾ പറയുന്നത് ഇതിങ്ങനെയല്ല വേണ്ടത് എന്നുള്ളത്. നിലവിൽ ഉള്ളതിൽ സീറ്റ് തരുന്നതിന് എന്ത് ഭരണഘടനാപരമായിട്ടുള്ള തടസ്സമാണുള്ളത്, എന്ത് നിയമ തടസ്സമാണുള്ളത്? 543 സീറ്റിൽ 181 സീറ്റ് വനിതകൾക്ക് സംവരണം ചെയ്യാതിരുന്നതിന് എന്ത് ന്യായമാണ് പറയാനുള്ളത്? അപ്പോൾ ഈ ഡീലിമിറ്റേഷനും സെൻസസും വനിതാ സംവരണവും കൂട്ടിക്കലർത്തിയിട്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടിട്ട് അതിൻ്റെ ഷുഗർ കോട്ടിംഗായി നിൽക്കുന്ന വനിതാ സംവരണത്തെ കാണിച്ചിട്ട് അടിയിൽ കൂടി ജനങ്ങൾ അത്രയും എതിർക്കുന്ന കൈപ്പേറിയ ഒരു ആശയത്തെ കടത്തുന്നതിന് വേണ്ടിയിട്ട് വനിതാ സംവരണത്തെ വിനിയോഗിക്കുന്ന സമയത്ത് വിമർശിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ടാണ് വിമർശിക്കേണ്ടി വരുന്നത്. അല്ലെങ്കിൽ ആരാ വിമർശിച്ചത്? പാർലമെന്റ് യുനാനിമസ് ആയിട്ട് പാസ്സാക്കിയതല്ലേ. എല്ലാ രാഷ്ട്രീയ വിയോജിപ്പുകളുടെ നടുവിലും ഒറ്റക്കെട്ടായി നിൽക്കേണ്ടി വന്നത് സ്ത്രീകൾ അത്രമേൽ രാഷ്ട്രീയത്തെ നിരീക്ഷിച്ചു തുടങ്ങി, രാഷ്ട്രീയത്തിൽ ഇടപെട്ടു തുടങ്ങി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്തിട്ടുള്ള വോട്ടുകൾക്കകത്ത് എത്ര സ്ത്രീ വോട്ടർമാരുണ്ട് എന്നുള്ളത് നോക്കൂ. ജനാധിപത്യത്തിൽ പണ്ടൊക്കെ ഉടുത്തു മാറ്റി വോട്ട് ചെയ്യാൻ വേണ്ടി പോകാൻ മടിച്ചിരുന്ന സ്ത്രീകൾ അവരൊരു ബഹുഭൂരിപക്ഷം ജനാധിപത്യത്തിൻ്റെ ഒരു മേജർ ഷെയർ അവരുടെ വോട്ടാണ് നിശ്ചയിക്കുന്നത്. അവർക്കൊരു എന്നിട്ടോ പകുതി എന്നുള്ളതിൽ പോയിട്ട് 33-ലാണ് ഇപ്പോഴും നിൽക്കുന്നത്. എന്നിട്ട് അത് കൈകൂപ്പി അപേക്ഷിക്കുകയാണ് 33% തരണേ എന്ന് പറയുന്ന ഗതികെട്ട അവസ്ഥയിൽ ഇപ്പോഴും ഇന്ത്യൻ ജനാധിപത്യം നിൽക്കുകയാണ്. അപ്പോഴാണ് ഈ ഡീലിമിറ്റേഷനും സെൻസസും പറഞ്ഞിട്ട് ഇതിനെ തകർക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നത്. അതിനെ ജനാധിപത്യ സംവിധാനത്തിനകത്ത് അതിനെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന മനുഷ്യർക്ക് മാത്രമല്ല, ചോറുണ്ണുന്ന ബുദ്ധിയുള്ള സാധാരണക്കാർക്ക് മനസ്സിലാവും ഇതിന്റെ പിന്നിലുള്ള അജണ്ട എന്താണ്. തീർച്ചയായും എന്താണ് ഈ കുന്നിക്കുരു, അതായത് മധുരം പൊതിഞ്ഞ ഉള്ളിൽ വിഷമുള്ള കുന്നിക്കുരു, കാണാൻ നല്ല ഭംഗിയുള്ള കുന്നിക്കുരു, പക്ഷേ അത് വനിതാ സംവരണത്തിന് പേരിലാക്കിയാലും അത് കണ്ടുപിടിക്കപ്പെടും. ശ്രീ രാജേന്ദ്രൻ, അതിനുള്ള പ്രതിഷേധം ഇവിടെ അലയടിക്കുക തന്നെ ചെയ്യും. ശ്രീ എം ജയചന്ദ്രൻ, നസ്രയത്തിൽ നിന്നും നന്മ പ്രതീക്ഷിക്കുന്നില്ല, മോദി ഭരണകൂടത്തിൽ നിന്നും രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിന് ഭൂഷണമായ ഒന്ന് വരുമെന്ന് നാം പ്രതീക്ഷിക്കുന്നില്ല, മുൻകാല അനുഭവങ്ങളൊക്കെ വെക്കുമ്പോൾ. അത് ശരിയായിരിക്കാം. പക്ഷേ ഒരു കാര്യം, ഇപ്പോൾ 403 നിയമസഭാ സീറ്റുകളുള്ള 500-ആണ് നമ്മളെ ഭരണഘടന നിയന്ത്രിച്ചിരിക്കുന്ന ആ സംഖ്യ എന്ന് പറയുന്നത്, മീൻസ് എണ്ണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ UP-യിൽ മാത്രമാണ് അത് കൂടുന്നത്. 403 എന്നുള്ള നിയമസഭ 50% കൂടുമ്പോൾ ഏതാണ്ട് 500 കടക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് വരുന്ന രാജ്യസഭാ അംഗങ്ങൾ, അപ്പോൾ ശ്രീ KJ ജേക്കബ് അടക്കം മുമ്പോട്ട് വെച്ച ആശങ്ക വലിയ രീതിയിലുണ്ട്. അവിടെയാണ് ഒരു അനീതി എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു അനീതി, ഈ തമിഴ്നാട്ടിലും ഈ ബംഗാളിലുമൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിലാണ് ഇത് പാർലമെൻറ്റിൽ കൊണ്ടുവരുന്നത്. സ്വാഭാവികമായും അത് നിഷേധിക്കുകയാണ് അവരുടെ അവകാശത്തെ കൂടി, അത് മോദി സർക്കാർ. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഒരു ലക്ഷണമൊത്ത ജനാധിപത്യ വിരുദ്ധ ഉള്ളടക്കം ഇതിലുണ്ട്. ഇത് ഇടതുപക്ഷം വ്യക്തമായും നേരത്തെ എടുത്തെടുത്ത് പറഞ്ഞിട്ടുള്ളതാണ് എന്ന് മാത്രമല്ല, ഈ നേരത്തെ ബില്ല് അവതരിപ്പിച്ചല്ലോ പാർലമെന്റിൽ. അപ്പോൾ 106-ാം ഭരണഘടനാ ഭേദഗതിയുടെ സമയമാണ്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലും വ്യക്തമായ നിലപാടെടുത്തിരുന്നു. എന്താണ് നിലപാട്? എന്താണ് അന്ന് എടുത്തിരുന്ന നിലപാട്? നിങ്ങൾ ഇതിൽ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ യൂണിയൻ ഗവൺമെന്റിന്
ഈ പറയുന്ന ബില്ലിൽ ആത്മാർത്ഥത ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ റൊട്ടേഷൻ നിശ്ചയിക്കൂ. റൊട്ടേഷൻ നിശ്ചയിച്ച് നിലവിലുള്ള 535 റൊട്ടേഷൻ നിശ്ചയിച്ച് നടപ്പാക്കാമല്ലോ വനിതാ സംവരണം. എന്തുകൊണ്ട് തന്നെ നിങ്ങൾ തയ്യാറാവുന്നില്ല എന്ന് അന്നേ ചോദിച്ചതാണ്. മിണ്ടിയില്ല യൂണിയൻ ഗവൺമെന്റ്, ഇതുവരെയും മിണ്ടിയിട്ടില്ല. ഇപ്പോ പ്രധാനപ്പെട്ട പ്രബലമായ ചില സംസ്ഥാനങ്ങൾ, വലിയ സംസ്ഥാനങ്ങൾ ഇലക്ഷനിലേക്ക് പോകുന്ന ഈ അവസരത്തിൽ തന്നെ ഇത്തരം ഒരു സാധനം പുറത്തെടുക്കുന്നത് നിഷ്കളങ്കമാണെന്ന് ആർക്കെങ്കിലും കരുതാൻ കഴിയുമോ? നാളെയാണല്ലോ ഇതിന്റെ ബാക്കി കാര്യങ്ങൾ തുടങ്ങാനായിട്ട് പാർലമെന്റിൽ സർക്കുലേറ്റ് ചെയ്തിരിക്കുന്ന ബില്ല്. ആ ഒരു നിലയിലേക്ക് ഇത് കൊണ്ടെത്തിച്ചിരിക്കുന്നത് ചെറിയ കാര്യമാണെന്ന്, അല്ലെങ്കിൽ നിഷ്കളങ്കമായ ഒരു കാര്യമാണ് ഇതെന്ന് ആരെങ്കിലും കരുതുമോ? കരുതാൻ കഴിയില്ലല്ലോ. ഇതിൻ്റെ അകത്ത് വളരെ പച്ചയായിട്ടുള്ള രാഷ്ട്രീയമാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ആ രാഷ്ട്രീയം നമ്മൾ മുമ്പേ കണ്ടതുപോലെ തന്നെ, എല്ലാവരും പൊതുവായി ചർച്ച ചെയ്തതുപോലെ തന്നെ, അത് BJPയുടെ ഒരു ഡിവൈഡ് ആൻഡ് റൂൾ എന്നുള്ള നിലയിലേക്ക് ആ ഒരു ഘട്ടത്തിന് ഒരു ചെറിയ മാറ്റം വരുത്തിക്കൊണ്ട് തൽക്കാലത്തേക്ക് ഇങ്ങനെ ഒരു പൊടിയിട്ട് മയക്കുന്നു എന്നൊക്കെ പറയില്ലേ, പഴയ പ്രധാനപ്പെടുത്ത കാര്യമൊക്കെ പറഞ്ഞതുപോലെ ഉള്ളൊരു സംവിധാനത്തിലാണ് ഇവര് ശ്രമിക്കുന്നത്. അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് ഒരു വലിയൊരു പരിധിവരെ അവർക്കറിയാം. പക്ഷേ നമ്മുടെ ഇപ്പൊ കൂടെയുള്ള വലുത് നിരീക്ഷകനായ രാജേന്ദ്രൻ പന്തളം എന്തുകൊണ്ടാണ് ഇത് തമ്മിൽ കണക്ട് ചെയ്യുന്നത്, ഇന്റർ കണക്റ്റഡ് ആവുന്നത് എങ്ങനെയാണിത് എന്ന് പറയാൻ അദ്ദേഹത്തിന് കഴിയാത്തത് അത്തരത്തിലൊരു നിലപാട് പറയാൻ BJPക്ക് ഇല്ലാത്തതുകൊണ്ടാണ്, യൂണിയൻ ഗവൺമെന്റ് ഇല്ലാത്തതുകൊണ്ടാണ്, NDAക്കും ഇല്ലാത്തത് കൊണ്ടാണ്. പക്ഷേ നിലപാടുള്ള ആൾക്കാരാണ് നമ്മളെല്ലാവരും അക്കാലത്ത് ഇരിക്കുന്നത്. ഇത് ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയത്തിന്റെ നിലപാടിന്റെ പ്രശ്നമല്ലല്ലോ ഇത് ഇടത് കക്ഷികളുടെ നിലപാട്, CPIMന്റെ നിലപാട്, അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള സങ്കുചിതമായ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള നിലപാടെന്ന് പറഞ്ഞാലും ഇത് രാജ്യത്തെ ബാധിക്കുന്ന കാര്യമാണോ, പാർലമെന്റ് ജനാധിപത്യത്തെ ഇത് ഏതൊക്കെ രീതിയിലാണ് ഗുരുതരമായി ബാധിക്കാൻ പോകുന്നത് എന്ന് കൺസേണുള്ള ഏതൊരു മനുഷ്യന്റെയും പ്രശ്നമാണെന്ന് ഇതിനെ രാഷ്ട്രീയമായിട്ട് കക്ഷി രാഷ്ട്രീയപരമായി കാണേണ്ടതേ ഇല്ല. അതേസമയം രാഷ്ട്രീയം എന്നുള്ള നിലയിൽ കാണുകയും വേണം. ആ ഒരു മാനദണ്ഡത്തിൽ കാണാൻ കഴിയാത്തതാണ് BJPയുടെ മുമ്പിലുള്ള ഇപ്പോഴത്തെ ഒരു പരിചയമായിട്ട് അവർ ഉപയോഗിക്കുന്ന ആ ഒരു മാർഗമാണ്. ഒന്നിനും മറുപടി പറയാതിരിക്കുക, പക്ഷെ ഇത് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള നടപടികൾ സ്വീകരിക്കുക. അതുകൊണ്ട് തന്നെ മിച്ചം കിടക്കുന്ന ഒരേ ഒരു വഴി ഏതാണ്? നിയമത്തിന്റെ വഴി തേടുക എന്നുള്ളതാണ്. ഇപ്പോ ഈ 835 വരെ പാർലമെന്റ് സീറ്റുകൾ വർദ്ധിപ്പിക്കാമെന്നും ബാക്കി വരുന്ന 35 സീറ്റുകൾ യൂണിയൻ ടെറിട്ടറികളിലൊക്കെയുള്ള സീറ്റുകളുണ്ട്. 35 മാക്സിമം അത്രയും വരെ ആകാവുന്നതാണ് വർദ്ധിപ്പിക്കാവുന്നത്. അപ്പൊ അതടക്കം ഉള്ള സീറ്റുകൾ വർദ്ധിപ്പിക്കാനാണ് ഇപ്പൊ കാണുന്നത്. അത് എന്തിനധികം ഈ പുതിയ പാർലമെന്റിലെ എത്ര സീറ്റാണ് ജിംഷാദെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? അത് തന്നെ ഒരു സൂചനയല്ലേ, സുപ്രധാന സൂചനയായിട്ട് അന്നു മുതലേ നമ്മളെല്ലാവരും ചർച്ച ചെയ്തിട്ടുള്ളതാണല്ലോ പല വട്ടങ്ങളിൽ. 850 സീറ്റ് ഉണ്ടാക്കിയിട്ടിരിക്കുകയല്ലേ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ, അല്ലേ? അപ്പൊ ഇതൊക്കെ അവർ നിശ്ചയിക്കും. നമ്മളിത് എന്നതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ്. അനുഭവിക്കാൻ വിധിക്കപ്പെട്ട കുറെ പക്ഷേ കൂട്ടിക്കൊള്ളൂ, അതിൻ്റെതായ മാനദണ്ഡമുണ്ട്. അതിന് ശാസ്ത്രീയമായ ടൂൾ ഉപയോഗിക്കണം. അത് ജനാധിപത്യത്തിന് ഭൂഷണമാകുന്ന രീതിയിലാകണം. അതിനെ അട്ടിമറിക്കുമ്പോഴാണ് പ്രശ്നം. അത് വനിതാ സംവരണത്തിൻ്റെ കാര്യത്തിലായാലും ഈ മണ്ഡല പുനർനിർണ്ണയത്തിൻ്റെ കാര്യത്തിലായാലും ഇവിടെ അശാസ്ത്രീയമായ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന ടൂളുകൾ ഉപയോഗിക്കുന്നതിലാണ് പ്രശ്നം. അത് ശ്രീ KJ ജേക്കബ് അത് വരച്ചിടുകയും ചെയ്തു. ശ്രീ KJ ജേക്കബ്, ഇങ്ങനെ ദക്ഷിണേന്ത്യ ഉത്തരേന്ത്യ എന്ന രീതിയിൽ തങ്ങൾക്ക് അനുകൂലമായ അധികാരം നിലനിർത്താനായി രാജ്യത്തിൻ്റെ ആ സ്വഭാവത്തെ അവർ ബൈഫർക്കേറ്റ് ചെയ്യുകയാണ്. അവർ അതിനെ എണ്ണയും വെള്ളവും പോലെ വേർതിരിച്ച് മാറ്റാൻ ശ്രമിക്കുകയാണ്. അത് അഖണ്ഡതയ്ക്ക് പോലും ഭീഷണിയാണ് ഒരു രാജ്യസ്നേഹികളെ സംബന്ധിച്ചെന്ന് താങ്കൾ നേരത്തെ പറഞ്ഞു. ഒരു കാര്യം കൂടി, ഈ ബില്ലിൻ്റെ പ്രായോഗികത, ഇതിൻ്റെ നടപ്പാവൽ, ഈ ഭേദഗതിയെ നടപ്പാകുന്നതിൻ്റെ സമകാലിക പൊളിറ്റിക്കൽ സിനാരിയോ അനുസരിച്ച് എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? ഇതിനകത്ത് ഭരണഘടനാ ഭേദഗതി ബില്ല് 3/2 ഭൂരിപക്ഷം ലോക്സഭ വേണമല്ലോ. 3/2 ഭൂരിപക്ഷം ഇല്ല. അതായത് 180 പേരെ എതിർത്താൽ ആ ബില്ല് ലോക്സഭയിൽ പാസ്സാകില്ല. കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും DMKയും സമാജ്വാദി പാർട്ടി, ഈ 4 പാർട്ടി, ഇന്ത്യ ബ്ലോക്കിൽ 235 അംഗങ്ങളുണ്ട്. ഈ 4 പാർട്ടികൾ എതിർത്താൽ ലോക്സഭയിൽ ഈ ബില്ല് പാസ്സാവില്ല. അതുകൊണ്ട് സർക്കാർ എന്തിനാണ് ഇത്
കൊണ്ടുവന്നതെന്ന് അറിയത്തില്ല. ഇതിലെനിക്ക് തോന്നുന്നത് നേരത്തെയൊക്കെ പറഞ്ഞിരുന്നത്, ഇപ്പോൾ ശ്രീ അജിംഷാദ് പറഞ്ഞപ്പോഴാണ് ഞാൻ ചൊല്ലുന്നത്, നസ്രത്തിൽ നിന്ന് നന്മ വരാൻ സാധ്യതയില്ലല്ലോ. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും നേരത്തെ സൂചിപ്പിച്ചതൊക്കെ ഈ ഇപ്പോഴത്തെ സീറ്റുകൾ നേരെ 50% കൂട്ടും എന്നുള്ളതാണ്. അത് ഈ ബില്ലുമായിട്ട് വന്നപ്പോൾ ഞാനങ്ങനെ ആലോചിക്കുകയും ചെയ്തു, ഇത് ഇത്രയും ഉപദ്രവമില്ലാതെ ഇവർ ഈ ബില്ല് പാസ്സാക്കാൻ സാധ്യതയുണ്ടോ എന്ന് സത്യത്തിൽ ഞാനും ആലോചിച്ച് പോയതാണ്. ഇപ്പോഴാണ് അതിൻ്റെ ആ ഇൻസീഡിയസ് ആയിട്ടുള്ള, അതിൻ്റെ അകത്ത് ഒരു ഉപദ്രവകാരിയായ ഒരു എലമെൻറ്റ് ഇപ്പോഴാണ് പുറത്തു ചാടിയത്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഉള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഉത്തരേന്ത്യൻ ഈ പറയുന്ന സംസ്ഥാനങ്ങളൊക്കെ അവർ സാമ്പത്തികമായും പിന്നോക്കമായിട്ടുള്ള സംസ്ഥാനങ്ങളാണ്. സത്യത്തിൽ ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയ്ക്ക് ഈ സംസ്ഥാനങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള സപ്പോർട്ട് കേന്ദ്ര സർക്കാർ കൊടുക്കുക എന്നുള്ളതിനോട് എനിക്ക് യോജിപ്പാണ്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ സാമ്പത്തികമായി മെച്ചപ്പെട്ട രീതിയിലാണെങ്കിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ സഹായിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നൊരു ഇന്ത്യക്കാരൻ എന്ന നിലയ്ക്ക് ഞാൻ പറയും. പക്ഷേ അത് രാഷ്ട്രീയപരമായ വിഷയത്തിലേക്ക് അതിനെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി പാടില്ല. കാരണം അത് നമ്മൾ ഒരു നയത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ നമ്മളെടുത്ത തീരുമാനങ്ങളാണ്. അത് മാറ്റാൻ വേണ്ടി പാടില്ല. അത് ഇതൊരു ഉത്തരേന്ത്യൻ ദക്ഷിണേന്ത്യൻ ഡിവൈഡായിട്ട് മാറാൻ വേണ്ടി പാടില്ല. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം സമാജ്വാദി പാർട്ടി അടക്കമുള്ള തൃണമൂൽ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ ഇതിനെ എതിർക്കും. ഇതിനെ ഒരു ദക്ഷിണേന്ത്യൻ ഉത്തരേന്ത്യൻ സംസ്ഥാനം പ്രശ്നമാക്കി മാറ്റരുത്. ഇത് ഈ പരിപാടിയിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറണം. സീറ്റുകൾ കൂട്ടുന്നുണ്ടോ എങ്കിൽ ഇപ്പോഴത്തെ പ്രൊപ്പോർഷൻ അനുസരിച്ച് കൂട്ടണം. നമ്മുടെ രാജ്യം ഒരുമിച്ച് നിന്നെങ്കിൽ മാത്രമേ ഈ സീറ്റ് ഉണ്ടാക്കുന്നതിലും ഈ ടാക്സ് കൊടുക്കുന്നതിലും ഒക്കെ നമുക്കൊരു സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് വെച്ച് കളിക്കാൻ പറ്റുള്ളൂ. ആ കാര്യം RSSും BJPയും ഓർക്കണം. അവരത് ഓർത്തില്ലെങ്കിൽ അവരെ ഓർപ്പിക്കാനുള്ള ഉത്തരവാദിത്വം ഈ രാജ്യത്തെ പ്രതിപക്ഷ. തീർച്ചയായിട്ടും ഈ RSSന്റെ സംഘപരിവാർവൽക്കരണം മത്തുപിടിച്ച ആ രീതിയിൽ കേന്ദ്ര സർക്കാർ, മോദി സർക്കാർ, യൂണിയൻ സർക്കാർ നീങ്ങുകയാണ് എങ്കിൽ വലിയ പ്രത്യാഘാതം ഉണ്ടാകും. അത് രാജ്യസ്നേഹികളെ സംബന്ധിച്ചും മറ്റ് പല വിധത്തിലും ഉയരുന്ന അനീതിയുടെ തുല്യതയ്ക്ക് ഉള്ള ആക്രമണം, ഭരണഘടന മുമ്പോട്ട് വെക്കുന്ന തുല്യതയ്ക്ക് എതിരെയുള്ള ആക്രമണം കൂടിയായി അത് കാണേണ്ടി വരും. ചർച്ചയെ ക്രോഡീകരിക്കുമ്പോൾ ചർച്ചയിൽ പങ്കെടുത്തവർക്കൊക്കെ നന്ദി. ന്യൂസ് ആൻഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്.